പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അന്തര്യാമിയായി ശരീരത്തിൽ യജ്ഞപുരുഷനായിട്ട് ഞാൻ തന്നെ ഇരിപ്പുണ്ട്. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരഃ വിസർഗഃ കർമ്മസംജ്ഞിതഃ അധിഭൂതം ക്ഷരോഭാവഃ പുരുഷശ്ച അധിദൈവതം അധിയജ്ഞോ അഹമേവാത്ര ദേഹേ ദേഹഭൃതാം വരാം. ഇതൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടു. ദേഹത്തില് എന്ന പോലെ അങ്ങനെ വേണം പറയാൻ. ദേഹത്തില് എന്ന പോലെ അധിയജ്ഞനായിട്ട് എന്നുവെച്ചാൽ അന്തര്യാമിയായിട്ട് ഭഗവാൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോ ചോദ്യം, അവസാന കാലം ഭഗവാനെ എങ്ങനെ സ്മരിക്കുമെന്നാണ്. അവസാന കാലം എന്നുള്ളത് നമ്മൾ ഇന്നലെ കുറച്ച് നിരൂപണം ചെയ്തു. കാലം എന്താണ് എന്ന് നിരൂപണം ചെയ്തു. ടൈം. അവസാന കാലം എന്ന് പറയുമ്പോൾ ഉടനെ ഭാവനയ്ക്ക് വരുന്നത് വയ്യാതായി ചുമച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കാലാണ്. കാലം തന്നെ എന്താണ്, കാലത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ഇന്നലെ വിസ്തരിച്ച് നമ്മൾ വിചാരിച്ചു. കാലം ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇതില് ഭൂതകാലം എന്ന് പറയുന്നത് സ്മൃതി മാത്രാണ്. ഭാവികാലം എന്ന് പറയുന്നത് ഭാവന മാത്രാണ്. വർത്തമാനം എന്നുള്ളത് അനുഭവസ്വരൂപമാണ്. എപ്പോഴും ഉള്ളത് വർത്തമാനകാലം മാത്രമാണ്. ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം, അത്രേ ഉള്ളൂ. വർത്തമാനകാലത്തിലെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഭൂതത്തിനെ ആർക്കും അനുഭവിക്കാൻ പറ്റില്ല, ഭാവി ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. ബ്രെയിനിൽ ഒരു തോട്ട് വേവ് പോലെ വന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. ഇന്നലെ കഴിഞ്ഞ പ്രഭാഷണം ഇപ്പൊ പറയുമ്പോ ഒരു ചിത്തവൃത്തി, അത്രയേ ഉള്ളൂ. നാളെയുള്ളത് വന്നേക്കാം, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ആര് കണ്ടു? പക്ഷെ ഒരു ഭാവന ചെയ്യണം മനസ്സ്. അനുഭവം ഇപ്പോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് തന്നെ ഇഹചേതവേദീത് അഥ സത്യമസ്തി എന്ന് പറഞ്ഞു. ഇപ്പോ ഇവിടെ തന്നെ അറിഞ്ഞാലേ ഉള്ളൂ എന്നാണ്. ആത്മാവിനെ എപ്പോ അനുഭവിക്കണം? ഇപ്പോ. ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പറ്റില്ല, പാസ്റ്റിൽ അനുഭവിക്കാൻ പറ്റില്ല. അനുഭവം എപ്പോഴും വർത്തമാനകാല സ്വരൂപമാണ്, സദ്യ ആണ്. ഭാഗവത അതുകൊണ്ടാണ് പ്രണത ശുശ്രൂഷുഭിഹി തക്ഷണാത്. കേൾക്കുന്നവന് അപ്പൊ തന്നെ പ്രത്യഭിജ്ഞ എന്നാണ്. മൂക്കത്ത് കിടക്കുന്ന കണ്ണട ഇപ്പൊ തൊട്ട് നോക്കണ പോലെ ഇപ്പോ. കാലം എന്ന് പറഞ്ഞാൽ സംവിത്ത് അഥവാ ബോധം എന്നാണ് അർത്ഥം എന്നും നിരൂപണം ചെയ്തു ഇന്നലെ. അതിൽ ചിത്തവൃത്തികൾ വരുമ്പോ ചൈതന്യത്തിൽ ഒരു ഖണ്ഡസംവിത്ത്, ചൈതന്യം ഖണ്ഡിക്കപ്പെടുന്ന പോലെ തോന്നുമ്പോ കാലം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ബട്ട് വാസ്തവത്തില് ഖണ്ഡിക്കാനൊന്നും പറ്റില്ല, അഖണ്ഡമാണത്. എപ്പോഴും ഉള്ളത് ഇപ്പോ എന്നുള്ളതേ ഉള്ളൂ. രമണ മഹർഷിയുടെ ഒരു മഹാവാക്യാണ്, ഇപ്പൊ ഇരിക്കുന്നതാ എപ്പവും ഇருக்கு. எப்பவே அடைய போறது இப்போ இங்கேயே இருக்கு. ഇപ്പോ ഇവിടെ നമ്മളുടെ അനുഭവം എപ്പോഴും ഇപ്പോ എന്നാണ്. ഇതിന്റെ സിംപ്ലിസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളാണ് കാര്യം. എന്താന്ന് വെച്ചാൽ അഹം എന്നുള്ള അനുഭവമാണല്ലോ ഇപ്പോ. ഫ്യൂച്ചർ എന്ന് പറയുമ്പോ ഭവം ആണ്. എന്തോ ആയിത്തീരാൻ പോണു, ഭാവനയാണ്.
പക്ഷെ ഞാൻ എപ്പോഴും ഒരേ സ്വരൂപമായിട്ട് തന്നെ ഇരിക്കണം. ആ സ്വരൂപത്തിനെ ആണ് ഇവിടെ വർണ്ണിച്ചത്. കവിം പുരാണം അനുശാസിതാരം അണോഹോ അണീയാംസം ആദിത്യവർണം തമസഃ പരസ്താത്. ഇത്രയൊക്കെ വർണ്ണനം. ആ അന്തര്യാമിയായ ഭഗവാൻ അവൻ കവിയാണ്. കവി എന്നുള്ളതും ഇന്നലെ വിസ്തരിച്ച് കണ്ടു. ക്രാന്തദർശി, സർവജ്ഞ എന്നൊക്കെ പറഞ്ഞു. എല്ലാത്തിനെയും സാക്ഷിയായി ഇരുന്നു കൊണ്ട് കാണുന്ന ചിദ്വസ്തു. അന്തര്യാമിയായ ഭഗവാൻ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഉള്ളിൽ ഗൂഢമായിട്ട് ഇരിക്കുന്നത് കൊണ്ട്, നമ്മൾ കാണാത്തതും ഒക്കെ കാണുന്നത് കൊണ്ട് കവി. അവനുമായി നമ്മൾ ഒന്നു ചേർന്നാൽ നമ്മളും കവിയാവും. കവിത്വം അങ്ങനെയാണ് സിദ്ധിക്കുന്നത്. അല്ലാതെ പ്രാക്ടീസ് ചെയ്ത് കവിതാ മത്സരത്തിൽ ചേർന്നിട്ടല്ല. അന്തര്യാമിയായ കവിയുമായി ഞാൻ ഒന്നു ചേർന്നാൽ ഞാൻ കവിയാവും. കവിം കവീനാം എന്ന് വേദം പറയുമ്പോ ലോകത്തിലുള്ള എല്ലാ കവികൾക്കും അവനാണ് കവി എന്നർത്ഥം. എല്ലാ കവിതകളും അവനിൽ നിന്ന് വരണം. കാളിദാസൻ കാളിയുടെ കൃപ കിട്ടിയപ്പോ കാളിദാസന് തന്റെ പൂർവ്വമൊക്കെ മറന്നുപോയിരിക്കുക. അപ്പൊ തന്നോട് ചോദിക്കുക, കാളിയോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന്. എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. കാളി നാവിലെന്തോ എഴുതി, അസ്ഥി കശ്ചിത് വാഗ്വിശേഷ എന്നെഴുതി അത്ര കാളി. അപ്പോ പെട്ടെന്ന് പഴയതൊക്കെ മറന്നുപോയി. ആ റാണിയെ കല്യാണം കഴിച്ചതൊക്കെ മറന്നുപോയി. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കാളി പറഞ്ഞത് നീ കാളിദാസനാണെന്നല്ല പറഞ്ഞത്, ത്വമേവാഹം ന സംശയ. ത്വമേവാഹം ന സംശയ. ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു അത്ര കാളി. കവിത്വം അങ്ങനെയാണ് സിദ്ധിച്ചത്. സംക്രമിച്ചു എന്നാണ്. ആട്ടെ, അപ്പൊ കവി എന്ന് വെച്ചാൽ ആത്മജ്ഞാനി എന്നർത്ഥം പറയാം, ഭഗവാൻ എന്നർത്ഥം പറയാം. രണ്ടർത്ഥമേ പറയാൻ പാടുള്ളൂ എന്നാണ്. കവിത എഴുതുന്ന ആള് എന്ന് പറയാൻ പാടില്ല. ആത്മജ്ഞാനി എന്ന് പറയണം, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയണം. ഈ രണ്ടുപേർക്ക് കവിത്വം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ ശാസ്ത്രകാരന്മാർ. നാൻ ഋഷി കവി. ഋഷി അല്ലാത്തവൻ കവിയല്ല. അതാണ് നിരൂപണം. അപ്പോ കവിം പുരാണം, ഈ അന്തര്യാമിയായ വസ്തു എപ്പോഴും ഒരേപോലെ ഉണ്ട്. പുരാതനം, എല്ലാ കാലത്തും ഒരേപോലെ ഉണ്ട് അല്ലേ? എത്ര വർഷമായിട്ട്, 14 വർഷമായി ഗീത കേൾക്കണു, ഞാൻ അതേ ആള് തന്നെയാണ്. ശരീരം മാറി, മനസ്സ് മാറി, ഒക്കെ മാറിയപ്പോഴും ആ കേൾക്കുന്ന ആൾ അതേ അനുഭവമാണ്. ഞാൻ തന്നെയാണ് കേട്ടത്, വേറെ ആളല്ല. 13 വർഷം മുമ്പ് കേട്ട ആള് തന്നെയാണ് ഇപ്പോഴും കേൾക്കണത്. ആ സാതത്യമുണ്ട് അല്ലേ? അനുസ്യൂതം. ശരീരം മാറുമ്പോഴും ചിലപ്പോൾ നമ്മളുടെ ചില ആശയങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, എങ്കിലും എന്റെ ഇരുപ്പ് മാറിയിട്ടില്ല. പുരാണം. ശരി, ഇത്ര പഴയ ആളല്ലേ, എനിക്ക് ആകെപ്പാടെ എന്നെ തന്നെ ബോറടിച്ചു പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എപ്പോഴും എനിക്ക് എന്നെയാണ് ഇഷ്ടം. ഏറ്റവും പ്രിയം തന്നിലാണ്. അതുകൊണ്ട് പുരാതനം അധുനാപി നവം എന്നാണ്. അതാണ് പുരാണം. ശരി, അനുശാസിതാരം യോ അന്തരോ യമയതി. വേദം തന്നെ പറഞ്ഞു, ഉള്ളിലിരുന്ന് നമ്മളെ അങ്ങടും ഇങ്ങടും ഒക്കെ ആട്ടിവെക്കുന്ന വസ്തു, ചലിപ്പിക്കുന്ന വസ്തു ഈശ്വരൻ, അന്തര്യാമി. നമ്മൾ ഉറങ്ങുമ്പോ സ്വപ്നം കാണിക്കണു, സുഷുപ്തിയിൽ ഉറക്കമായിട്ടിരിക്കുന്നു, ഉള്ളിൽ വിശപ്പായിട്ട് വരുന്നു, വെളിയിൽ അന്നമായിട്ട് വരുന്നു, ഗർഭത്തിലിരിക്കുമ്പോ ഗർഭത്തിൽ അന്നം കൊണ്ടുതരുന്നു, പുറത്തു വന്ന അമ്മയായിട്ടിരിക്കണു, അച്ഛനായിട്ടിരിക്കണു, ആവശ്യം വരുമ്പോ വസ്തുക്കളുടെ രൂപത്തിൽ വരുന്നു, ദാഹമായിട്ട് വരുന്നു, ജലമായിട്ട് വരുന്നു. എല്ലാം ഒരേ വസ്തു അനേകമായിട്ട് പ്രകാശിക്കുന്നു. ഒരേ ചൈതന്യം അനേകമായിട്ട് പ്രകാശിക്കുന്നു.
ഉള്ളുന്ന് നമുക്കും പ്രോംപ്റ്റിങ്സ് തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അനുശാസിതാരം, അനുശാസനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉള്ളില് നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈശസ്യ ഹി വശേലോക യോഷ ദാരുമയീ യഥാ. ഈശ്വരൻ കളിപ്പാട്ടങ്ങളെ കളിപ്പിക്കുന്ന പോലെ നമ്മളെ കളിപ്പിക്കുന്നു എന്ന് മഹാബലി പറയണതാണ് ഭാഗവതത്തില്. ഈശ്വരൻ നമ്മളെ കളിപ്പിക്കുന്നു. ചരട് വലിക്കുന്ന ആളുടെ ചരട് പുറകെ നിന്ന് വലിക്കുന്ന ആളെ കണ്ടവനറിയാം ഞാൻ വെറും കളിപ്പാട്ടാണ്. അതുകൊണ്ട് എങ്ങനെ കളിക്കാൻ പറഞ്ഞോ അങ്ങനെ കളിക്കാം, എവിടെ വെച്ചോ അവിടെ ഇരിക്കാം, എന്ത് റോള് തന്നോ ആ റോള് കളിക്കാം എന്നാണ്. അനുശാസിതാരം അണോഹോ അണീയാംസം, അതിസൂക്ഷ്മ വസ്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ മൈക്രോസ്കോപ്പിനൊന്നും വിഷയമാവാത്തത്. അതിസൂക്ഷ്മ വസ്തു, അണോരണീയാംസം, സർവസ്യ ധാതാരം, എല്ലാവരുടെയും രക്ഷിതാവാണ്, അധിഷ്ഠാനമാണ്. ഗർഭത്തിൽ കിടക്കുമ്പോ രക്ഷിച്ചു അല്ലെ? ഗർഭത്തിൽ നമ്മളാണോ നോക്കിയത്? നമ്മൾ നമ്മളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ഇത്ര വിഷമിക്കുന്നുണ്ടല്ലോ, നമ്മളാണോ ഗർഭത്തിൽ കിടക്കുമ്പോ നോക്കിയത്? ശിവാജി ധാരാളം പണിക്കാരെ വെച്ച് കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ഉദാര ഹൃദയമാണ്. എല്ലാവർക്കും ധാരാളം പണം കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അപ്പൊ സമർത്ഥ രാമദാസ് ശിവാജിയെ കാണാൻ വന്നു. ശിവാജി സമർത്ഥ രാമദാസിനെ കൂട്ടിക്കൊണ്ട് കോട്ടയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ഉശിരില്ലാത്ത ഹിന്ദു മതത്തിൽ ആകപ്പാടുണ്ടായിരുന്ന ഒരേ ഒരു സിംഹമാണ് അദ്ദേഹം. അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ നമുക്ക് അഭിമാനിച്ച് പറയാൻ, ബാക്കിയൊക്കെ ഉണക്കത്തുങ്ങികളാണ്. ആ ശിവാജി ഉണ്ടാക്കിയെടുത്തതോ സമർത്ഥ രാമദാസാണ്. കാഞ്ചി പരമാചാര്യർ മഹാരാഷ്ട്രയിൽ പോയി. മഹാരാഷ്ട്രയിൽ പദയാത്ര നടക്കുമ്പോ മഠത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇന്ന സ്ഥലത്തേ പോകാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചേ യാത്ര ചെയ്യുള്ളൂ. അപ്പൊ പദയാത്രയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സത്താറയ്ക്ക് അടുത്ത് വെച്ച് ഒരു മഹാരാഷ്ട്രയൻ, ഒരു RSS കാരനാണ് അദ്ദേഹം, വന്നിട്ട് ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ സജ്ജൻ ഘാട്ടില് സമർത്ഥ രാമദാസിന്റെ സമാധിയുണ്ട്, അങ്ങൊന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോ സ്വാമികൾ പറഞ്ഞു, മഠത്തിന്റെ നിയമം പ്രകാരം വേറെ സമാധി സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വളരെ രോഷം വന്നുപോയി മൂപ്പർക്ക്. രോഷത്തോടെ അയാൾ പറഞ്ഞു, ശരി നിങ്ങൾ വരണ്ട, ഒരു കാര്യം മാത്രം അറിഞ്ഞോളൂ, അദ്ദേഹം മാത്രം ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ദണ്ടും പിടിച്ച് നടക്കില്ലായിരുന്നു. വരാപ്പ. അടുത്ത ക്ഷണം വളരെ സ്നേഹത്തോടെ വരാപ്പ, യാതൊരു എതിർപ്പും പറയാതെ പുറകെ പോകും. അടുത്ത ദിവസം പറഞ്ഞു, കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു, നല്ല പനി എന്ന്, നല്ല പനിയൊക്കെ ആയിരുന്നു, ശരീരത്തിന് വയ്യ, അതും വെച്ചുകൊണ്ട് നടന്ന് ആ മലയൊക്കെ കയറി അവിടെ പോയി കണ്ടിട്ട് വന്നു. സമർത്ഥ രാമദാസ് ശിവാജിയെ വഴി കാണിച്ചത് അദ്ദേഹമാണ്. ബീജാപ്പൂർ സുൽത്താന്റെ അടുത്ത് തോറ്റിട്ട് ഓടുകയായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കണം എന്നുള്ള ഒരു വാശി, അധികം ആൾബലമൊന്നുമില്ല, കുറച്ച് 3-4 പേരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. കാടുകളുടെ ഉള്ളും മലയിലും പൊന്തിലും ഒക്കെ ആയിട്ട്. എലി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവര്, മുസ്ലിം മുഗൾ രാജാക്കന്മാർ. എന്താണെന്ന് വെച്ചാൽ എലി ഈ ചന്തലും പൊന്തിലും ഒക്കെ പോയി നിൽക്കണ പോലെ എവിടെ പോയി ഇരിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ, അതുപോലെ. അപ്പോ കാട്ടിലൂടെ ഈ സുൽത്താന്റെ അടുത്ത് തോറ്റിട്ട് പോവാണ്. ഇനി എങ്ങനെ പിടിക്കും, ഒരു വഴിയും കാണാനില്ലല്ലോ എന്ന്. അങ്ങനെ പോകുമ്പോഴാണ് നല്ല ദാഹം, കാട്ടിൽ പോയി ആ ഇന്ദ്രായണി നദിയില് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചപ്പോ ഒരു ബുർജ വൃക്ഷത്തിന്റെ ഇല ഇങ്ങനെ വരിയായിട്ട് ഒഴുകി വരുന്നുണ്ട് വെള്ളത്തിന്.
അതില് എഴുതിയിരിക്കുകയാണ്, ദാസാഭിമാനിയായ രാമൻ ഭക്തനെ ഉപേക്ഷിക്കില്ല എന്ന്. മറാഠിയില് പാട്ട് ഉപേക്ഷിക്കറാന്ന് രാമ ദാസാഭിമാനി അല്ലേ, രചനയിലൊക്കെ വരണ്ടല്ലോ. അതിങ്ങനെ എഴുതി ഇങ്ങനെ ബുർജവൃക്ഷ ഇലയിൽ ഇങ്ങനെ വരികയാണ്. അത് കണ്ടപ്പോ ഇത് ആരാ എഴുതിയിട്ടിരിക്കണത് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ സമർത്ഥ രാമദാസിനെ ഫസ്റ്റ് കാണുകയാണെന്ന്. അവിടെയുള്ള ഒരു അമ്മയുടെ അടുത്ത് പറഞ്ഞു, വിശന്നു വന്നിരിക്കുകയാണ്, ചോറ് കൊടുക്കുമെന്ന്. നല്ല ചുടു ചോറ്, നല്ല ചൂടായിട്ട് ചോറ് കൊടുത്തു. അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് കുഴമ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നടുക്ക് പോയി കൈവച്ചു ശിവാജി. ചുട്ടും. അപ്പൊ സമർത്ഥ രാമദാസ് പറഞ്ഞു, നടുവില് കൈവച്ചാ ചുടും, വശത്തിലായിട്ട് എടുത്ത് ഉണ്ണണം എന്ന് പറഞ്ഞത്രേ. നടുക്ക് പോയി കൈവയ്ക്കരുതെന്ന്. അത് ആദ്യ പാടായിരുന്നു. ശിവാജി തീരുമാനിച്ചത്ര ഇങ്ങനെ വേണം, ആക്രമിക്കുന്ന നടുക്ക് പോയി അറ്റാക്ക് ചെയ്യാൻ പാടില്ല, വശങ്ങളിൽ സൈഡും തുടങ്ങണം എന്നാണ്. അങ്ങനെയാണ് സമർത്ഥ രാമദാസ് ആദ്യമായിട്ട് ശിവാജിയെ പഠിക്കുന്നത്. ഇനി എവിടെ പോകുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നു എന്നത്ര, റിപ്പോർട്ട് ചെയ്തിട്ട് പോകും. അങ്ങനെ പതുക്കെ കഥ അങ്ങനെ. അപ്പോ കോട്ടയിൽ ഒരു ദിവസം കോട്ട കാണിച്ചു കൊടുക്കാണ്. ശിവാജിയെ കൂട്ടിക്കൊണ്ടുവന്ന് കോട്ടയൊക്കെ കാണിച്ച് സമർത്ഥ രാമദാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ധാരാളം പണിക്കാരുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ട, ഉദാരമായിട്ട് കൊടുക്കേണ്ടത് എല്ലാം. അപ്പൊ സമർത്ഥ രാമദാസിന് കണ്ടു, ശിവാജിക്ക് ഒരു സന്തോഷമുണ്ട്, ഇത്രയും ആളുകളെ ഞാൻ പോറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. അപ്പോ അവിടെ ഒരു വലിയ പാറ, ഒരു പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, കൂടം കൊണ്ട് ഈ പാറ അടിക്കാൻ പറഞ്ഞു. കൂടം കൊണ്ട് ആ പാറ അങ്ങോട്ട് അടിച്ചപ്പോ പാറ അങ്ങോട്ട് പൊളിഞ്ഞപ്പോ അതിനകത്ത് ഒരു തേര, ഒരു തവള, ചെറിയ തവള, അതിനെ കാണിച്ച് അതതിനകത്ത് ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഈ പാറ പൊളിച്ചപ്പോ അതിന്റെ ഉള്ളില് അത് കാണിച്ചിട്ട് ശിവാജിയോട് ചോദിച്ചത്രേ, ഈ തവളയ്ക്ക് നീയാണോ ഭക്ഷണം കൊടുക്കണത് ചോദിച്ചത്രേ. സർവസ്യ ധാതാരം, യു ആർ ഓൺലി എൻ ഇൻസ്ട്രുമെന്റ്. എല്ലാവർക്കും കൊടുക്കണതിന് നിനക്ക് ഭഗവാൻ ഒരു വഴി വെച്ചിരിക്കണു, അത്രയേ ഉള്ളൂ. അമ്മ കുട്ടിക്ക് പാല് കൊടുക്കണു, പാല് അമ്മയാണോ കൊടുക്കണത്? പാല് എവിടുന്നോ വരണു അല്ലേ, അമ്മ ഉണ്ടാക്കണ്ടോ പാല്? ഒരു കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് പറഞ്ഞ് സർവേശ്വരൻ നിശ്ചയിച്ച് കുഞ്ഞ് ജനിച്ചപ്പോ ആ മാതാവിന് പാല് കൊടുത്തിരിക്കണു. അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ സ്ത്രീക്കില്ല. അവൾ സ്ത്രീ മാത്രാണ്. അവളുടെ ഉള്ളിലൂടെ പാല് ചൊരത്തുന്ന ഏതൊരു ശക്തി ഉണ്ടോ ആ ശക്തിക്കാണ് അമ്മ എന്ന് പേര്. അത് തത്കാലത്തേക്ക് ആ സ്ത്രീയില് മാനിഫെസ്റ്റ് ആവുകയാണ്. സ്ത്രീയസമസ്താഹ തവ ദേവി ഭേദാഹ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. മാതൃത്വം തത്കാലത്തേക്ക് അവിടെ വന്നു. ആ കുഞ്ഞിനെ പോറ്റാനായിട്ട് ഈ ഈശ്വരന്റെ ധാതൃത്വം, ധാതാവായ ഭഗവാൻ ആ അമ്മയിൽ വന്നു, അച്ഛനില് വന്നു, പ്രകൃതിയിലൊക്കെ വന്നു. ഭഗവാന്റെ ആ ധാത, സർവസ്യ ധാതാരം എവിടെ നോക്കിയാലും നമുക്ക് കാണാം ആ സംരക്ഷണ ശക്തി. സമയത്തിൽ മഴ പെയ്യുന്നു, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ വിത്ത് ഓൾ യുവർ ഡെവലപ്മെന്റ്സ് ഈ ഒരു വർഷം വൃഷ്ടിയേ ഇല്ലാതെ അങ്ങടായി എന്ന് വെച്ചോളൂ. ഒറ്റ മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭഗവാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ലീവ് എടുക്കാൻ പോകണ്ട. നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോ കരുണ അറിയണില്ല. സമയത്തിന് മഴ പെയ്യുന്നു. നമ്മളൊക്കെ നിയമങ്ങളൊക്കെ ധരിച്ചാലും സൂര്യൻ പ്രകാശിക്കണം. ആ പ്രകാശം കുറച്ചൊന്ന് കൂടിയാ ബുദ്ധിമുട്ടാണ്, കുറഞ്ഞുപോയാലും ബുദ്ധിമുട്ടാണ്. സൂര്യവെളിച്ചം ഇല്ലാതെ മഴ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ തരം ജന്തുക്കൾ, അപകടമായ വിഷജന്തുക്കളാ വരുന്നതറിയോ? ആ ബാലൻസ് ഇത്തിരി ഒന്ന് മാറിയാൽ മതി, നമുക്ക് കാണാം നമ്മളെ പിടിച്ചു തിന്നാനുള്ള ക്രീച്ചേഴ്സൊക്കെ നേച്ചറിന് തന്നെ ഉണ്ടാവും. ഇപ്പൊ തന്നെ നോക്കൂ, നല്ലവണ്ണം മഴ പെയ്തു കഴിഞ്ഞാൽ വലിയൊരു ശംഖ്, പുതിയൊരു അവതാരാണത്.
കാല് തട്ടിക്കഴിഞ്ഞാൽ വിഷമാണ്, അപകടമായിട്ടുള്ള സാധനം ഇങ്ങനെ പെരുത്ത് വരുന്നു. ഒന്ന് നല്ലവണ്ണം മഴ പെയ്തു, അത് നല്ലവണ്ണം ഒന്ന് വെയിലടിച്ചു കഴിഞ്ഞാൽ പോയി, അത് കമ്പിളിപ്പുഴു. മഴയും വെയിലും കൂടെ ഇങ്ങനെ കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ വരും. നല്ലവണ്ണം വെയിലടിച്ചാൽ പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ഥിതി അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, കമ്പിളിപ്പുഴു നിറഞ്ഞിട്ട്. ആ ഋതം, ഇതിനാണ് വേദം ഋതം എന്ന് പറയണത്. ആ ഋതം എങ്ങനെ നിൽക്കണു പ്രകൃതിയില്? ഭീഷാസ്മാതുവാതപവതേ ഭീഷോദേതി സൂര്യ, ആരെയോ ഭയന്നിട്ട് എന്ന പോലെ ആ താളം നിൽക്കണമെന്നാണ്. ഇതൊന്ന് വേതാളായാ മതി, ഇതൊന്ന് ചലിച്ചാ മതി, ഒന്ന് മാറിയാ മതി, ഒരു ചെറിയ കോമ്പിനേഷൻ ഒന്ന് മാറിയാൽ ആര് കണ്ടു ഭൂതങ്ങളൊക്കെ ഉണ്ടാവും. ഈ ശംഖും ഈ ശംഖു പോലെയുള്ള സാധനം എന്താ, ആ പുഴുവൊക്കെ ഉണ്ടാവുന്ന പോലെ ഭയങ്കരമായ ചിലതൊക്കെ ഉണ്ടാവും. ഒരു ദിവസം മതി ഇവിടുത്തെ മനുഷ്യരാശിയൊക്കെ അവസാനിപ്പിക്കാൻ. അങ്ങനെയൊന്നുമില്ലാതെ പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹ, ഞാൻ അമ്മയാണ്, അച്ഛനാണ്, സംരക്ഷണനാണ്, മുത്തശ്ശനാണെന്നൊക്കെയാണ് പറയുന്നത് ഭഗവാൻ. എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു വെച്ച് സമയത്തിന് അരി ഉണ്ടായിട്ടില്ലെങ്കിൽ പഴയ കാലത്ത് പറയും അരി ക്ഷാമം വന്നാൽ മുള പൂക്കും എന്നാണ് ഒരു ചൊല്ലുണ്ടത്. അരി ക്ഷാമം വന്നാൽ മുള പൂക്കും. ഇതൊക്കെ പ്രകൃതിയിൽ കണ്ടാൽ ഈ ശ്ലോകമൊക്കെ വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ് നമുക്ക്. ഭഗവാന്റെ കാരുണ്യശക്തി, കാരുണ്യം എന്ന് പറയുന്നത് പ്രകൃതിയിലുണ്ട്. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിലെടുത്ത് പറയണ്ട്, ചിത്തം വളരെ ശുദ്ധമായി കഴിഞ്ഞാൽ ഈശ്വരദേഹ സമ്പർക്ക എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട്. അതായത് ഈശ്വരദേഹത്തിനോട് സമ്പർക്കം. ഈശ്വരന്റെ ദേഹം എന്താ? കാരുണ്യമാണ്. അത് ശുദ്ധ നിർഗുണമായ ബ്രഹ്മമല്ല, അത് മാതാവാണ്, പിതാവാണ്, സംരക്ഷകനാണ്, അനുശാസിതാവാണ്. അതൊക്കെയാണ് ഈ ശ്ലോകത്തിലെ സഗുണമായ മൂർത്തിയാണ്. സാകാരത്തിന്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെയാണ് അവിടെ പറയണത്. ഇത് നമ്മളെ കണ്ണു തുറന്ന് കാണണം. പ്രകൃതിയില് അരി പൂത്തിട്ടില്ലെങ്കിൽ, അരി തീർന്നുപോയാൽ നമ്മൾക്കൊന്നും പറയില്ല. കാരണം കേരളത്തിലെ അരിയല്ലല്ലോ, നമുക്ക് അരി അറിയില്ല. പണ്ട് കുറച്ച് പാലക്കാടും കുട്ടനാടും കേരളത്തിൽ അരി ഉണ്ടായിരുന്നു. ഇപ്പൊ പാലക്കാട് ആ വയലൊക്കെ തന്നെ ഫ്ലാറ്റായിരിക്കണം, കെട്ടിടങ്ങളായിരിക്കണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടികയും സിമെന്റും തിന്നേണ്ടി വരും മനുഷ്യന്. ഇപ്പൊ അരി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെയും പതുക്കെ പതുക്കെ ടെൻഡൻസി മാറിക്കഴിഞ്ഞു. പണിയാൻ ആരും പോകുന്നില്ല, പണിക്കാരെ കിട്ടണില്ല. ആന്ധ്രക്കാരും പറഞ്ഞു തുടങ്ങിയിരിക്കണം. ആട്ടെ, അപ്പോ ഇവിടെ ചൊല്ലുണ്ട്, അരി കിട്ടാതാവുമ്പോ മുള പൂക്കും. മുള പൂക്കുന്നത് ഒരു ത്യാഗമാണെന്നാണ് പറയാം. എന്നുവെച്ചാൽ അവസാനമാണ് മുള പൂക്കുക. മുള പൂത്ത് കഴിഞ്ഞാൽ അതിന്റെ അരിയെടുത്ത് കഞ്ഞി വെച്ച് കുടിക്കും. ഇത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോ വയസ്സായിട്ടുള്ളവര്, ഒരുപക്ഷെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളവരാണെങ്കിൽ അങ്ങനത്തെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. കേട്ടിട്ടില്ല അല്ലേ? കൃഷിയൊക്കെ ആയിട്ട് പരിചയമുള്ളവർക്കാണെങ്കിൽ അതറിയാം. മുള പൂത്ത് കഴിഞ്ഞാൽ മുളയുടെ ആ അരി പോലെ ഉള്ളത് അത് കഞ്ഞി വെച്ച് കുടിക്കും. എന്താന്ന് വെച്ചാൽ അരി കിട്ടാനില്ല. അത് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ മുള കഴിഞ്ഞു, പിന്നെ ആ മുള നിൽക്കില്ല. അതോടെ ആ മുളയുടെ കാര്യം കഴിഞ്ഞു. അതടക്കം സർവസ്യ ധാതാരം, പ്രൊട്ടക്ടർ. ഈ ജോണ്ടീസൊക്കെ വന്നാൽ ഈ സിറ്റിയിലുള്ളവരടക്കം പറഞ്ഞിട്ടുണ്ട്, ജോണ്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നാൽ മതി, എവിടെങ്കിലും കീഴാർന്നല്ലേ ഉണ്ടാവും, അടുത്ത് തന്നെ. ഇവിടെ ഇതിങ്ങനെ മുളയ്ക്കുമോ എന്ന് ആശ്ചര്യപ്പെടും നമ്മൾ. എന്നുവെച്ചാൽ അതിന്റെ അടുത്ത് തന്നെ ഭഗവാൻ അത് കൊണ്ടുവയ്ക്കും എന്നാണ് നിയമാണത്. സർവസ്യ ധാതാരം. വിശക്കുമ്പോ എവിടെയെങ്കിലും ഭക്ഷണം. ഹിമാലയത്തില് ബദ്രിക്ക് മുകളിലൊക്കെ പോയി താമസിക്കും ചിലര്, ആ പതിവുണ്ട്. അവിടെ ചില ഗുഹയൊക്കെ ഉണ്ട്. അത് ഇപ്പോഴൊന്നും സമ്മതിക്കണില്ല, മിലിറ്ററിക്കാർ സമ്മതിക്കണില്ല. എങ്കിലും ചിലർക്കൊക്കെ ഒരു സ്പെഷ്യൽ പെർമിഷൻ കൊടുത്ത്
ഈ ഇത് കഴിയുമ്പോ, അതായത് ഈ വിന്റർ സീസണില് അവിടെ മുഴുവൻ പൂട്ടിയിട്ട് ചോട്ടിൽ വരുമല്ലോ, അപ്പോഴും താമസിക്കുന്നവരുണ്ട് കുറച്ചുപേര്. അപ്പൊ അവിടെ താമസിക്കുന്ന ഒരു ഒരാൾ പറഞ്ഞു എന്നോട്, ഞാൻ ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഭക്ഷണത്തിനൊക്കെ അറേഞ്ച്മെന്റ്? അതെന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അവിടെ താമസിച്ചു കഴിയുമ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, വിശന്നിരുന്നാലും 48 മണിക്കൂറിനകം ഭക്ഷണം എത്തും എന്നാണ്. 48 മണിക്കൂറിന് മേലെ ഒരാളും പട്ടിണി കിടക്കില്ല. നിയതിയാണത്, ഏകദേശം അങ്ങനെയാണെന്നാണ്. എന്നുവെച്ചാൽ ഭഗവാന്റെ ചുമതലയാണത്, സർവസ്യ ധാതാരം. ഗർഭത്തിനുള്ളിൽ കിടക്കുമ്പോ ഭക്ഷണം കൊടുത്ത ആള് ഗർഭത്തിന്ന് പുറത്തു വന്നിട്ട് മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ശരി, അദ്ദേഹത്തിന് നമ്മൾ കാണാനോ പിടിക്കാനോ ഒന്നും മനസ്സിലാക്കാനൊന്നും വയ്യല്ലോ. അചിന്ത്യരൂപം, സദാ നമ്മളുടെ ഉള്ളില് നമ്മളുടെ തന്നെ സ്വസ്വരൂപമായി ആത്മാവായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ സർവാനുഭൂഹു, എല്ലാവരുടെ അനുഭവത്തിൽ അഹം അഹം എന്ന അനുഭവ രൂപത്തിൽ സിദ്ധമായിരിക്കുന്നത് കൊണ്ട് ആദിത്യവർണം, സൂര്യനേക്കാളും സ്വയം പ്രകാശമാനനാണ്. സൂര്യന് തുല്യം പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ സൂര്യൻ പോലും പ്രകാശിക്കാൻ ഹേതുവായിട്ടിരിക്കുന്ന അന്തര്യാമി എന്നർത്ഥം. ഇരുട്ടിലും വിളങ്ങുന്ന വസ്തു തമസഃ പരസ്താത്. ഇങ്ങനെയൊക്കെയുള്ള അന്തര്യാമിയായ ഭഗവാന് അനുസന്ധാനം ചെയ്ത് ആ ഭഗവാനോട് വർത്തമാനം പറയണം. ആ കമ്മ്യൂണിക്കേഷൻ സാധാരണ ലാംഗ്വേജ് അല്ല. നമ്മൾ ഈ തമിഴ്, മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷൊക്കെ പഠിച്ചത് കൊണ്ട് ആ ലാംഗ്വേജ് അല്ലാത്ത ലാംഗ്വേജ് നമുക്ക് പിടിവിട്ടു പോയിരിക്കണം. ആ ലാംഗ്വേജില് അന്തര്യാമിയായ ഭഗവാന്റെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷനോ, ആ ലാംഗ്വേജാണ് ഭക്തി. ഭക്തിയായുക്ത. രാമകൃഷ്ണദേവൻ പറയും, ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചു, അമ്മ എങ്ങനെ പറഞ്ഞു. ആളുകൾക്കൊക്കെ ആശ്ചര്യമാണ്, എന്താ ഈ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുക? ദേവി ആ വിഗ്രഹം വെറും കല്ല്. നമ്മളും ഇപ്പൊ പോയാ ദക്ഷിണേശ്വരത്ത് പോയാൽ കാണും, ഭയങ്കരമായിട്ട് നാവ് നീട്ടി നിൽക്കണ കാളി. രാമകൃഷ്ണദേവൻ ഞാൻ അമ്മയുടെ അടുത്ത് പോയി വർത്തമാനം പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ആരാ സംസാരിക്കണത്? അന്തര്യാമി. എങ്ങനെ സംസാരിച്ചു? അത് ആ സംസാരിച്ചു നോക്കിയ ആളുകൾക്കേ അറിയുള്ളൂ അതിന്റെ ഉത്തരവും അതിനോടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ. അത് നമ്മളുടെ ബാഹ്യമായ ഭാഷയല്ല. രമണ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഭഗവാന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറയണു, നിനക്ക് എന്നോട് സംസാരിക്കാമെങ്കിൽ, എനിക്ക് നിന്നോട് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരനോട് സംസാരിച്ചൂടാ? ഈശ്വരൻ ആരാ? അന്തര്യാമിയാണ്. അന്തര്യാമിയായ ഭഗവാനോട് എങ്ങനെ സംസാരിക്കും? ആവോ, അതൊരു ഭാഷയാണ്. അത് സാധാരണ ഭാഷയല്ല. അത് മാത്രമാണ് വാസ്തവത്തിൽ ഭാഷ. നമ്മൾ ഈ തമിഴും മലയാളവും ഒക്കെ പഠിച്ചു വെച്ചതുകൊണ്ട് ആ ഭാഷ മറന്നുപോയി. നമുക്ക് നായ്ക്കും പൂച്ചയ്ക്കും ആടിനും എലിക്കും ഒക്കെ കുറച്ചൊക്കെ അതറിയാം. വയറ്റിളക്കം വരുമ്പോഴേക്കും അതിങ്ങനെ മണത്ത് ഒരു പുല്ലൊക്കെ പോയി തിന്നും അല്ലേ? ആരോ പറഞ്ഞു കൊടുത്തു ഇത് തിന്നും. അനുശാസിതാരം. സുനാമി വരുമ്പോഴേക്കും നാട്ടിൽ നിന്ന് വിട്ടോ എന്ന് പറഞ്ഞു. കെട്ടിയിടാത്ത മൃഗങ്ങളൊക്കെ സ്ഥലം വിട്ടു. നമുക്ക് ഉള്ള മെഷീനൊക്കെ വെച്ച്, ചക്കറൊക്കെ വെച്ച്, റഡാറൊക്കെ വെച്ച് ഒന്നും പിടികിട്ടില്ല. സുനാമി വരുന്നതിന് മുമ്പ് ഈ മൃഗങ്ങൾക്ക് റഡാറില്ല, ഈ മൃഗങ്ങൾക്ക് പുറമേ നിന്നുള്ള വേവ്സ് പിടിച്ചെടുക്കാനുള്ള ശക്തിയില്ല, അവർക്ക് ഫിസിക്സ് ഇല്ല, അവർക്ക് അസ്ട്രോണമി ഒന്നുമില്ല. അവരുടെ അടുത്തൊക്കെ ഉള്ളിലിരിക്കുന്ന അനുശാസിതാവ് പറഞ്ഞു സ്ഥലം വിട്ടോന്ന് പറഞ്ഞു. അവരൊക്കെ പോയി. നമ്മൾ ഈ റഡാർ നോക്കിക്കൊണ്ടിരിക്കണ്ട, അപ്പോഴേക്കും സുനാമി ഒന്നൊക്കെ കൊണ്ടുപോയി. അനുശാസിതാരം. അഹങ്കാരാണ് ഈ മനുഷ്യന്. അഹങ്കാരം, അറിവിന്റെ അഹങ്കാരം കാരണം ഈ അന്തര്യാമിയായ അനുശാസിതാവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. കവിം പുരാണം അനുശാസിതാരം അണോഹ് അണീയാംസം തമനുസ്മരി സർവസ്യധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത് പ്രയാണകാലേ. ദാറ്റ് അൾട്ടിമേറ്റ് ജേർണി,
റൂട്ട് മാപ്പൊന്നും നമ്മളുടെ കയ്യിലില്ലാത്ത യാത്രയാണ്. വാഹനമൊന്നുമില്ലാത്ത യാത്രയാണ്. പുറമേക്ക് വഴികാട്ടികളൊന്നുമില്ലാത്ത യാത്രയാണ്. പക്ഷേ വേണമെങ്കിൽ ആ ഈശ്വരൻ മുമ്പിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന യാത്രയാണ്. ഏഹി ഏഹീതി. അഗ്നി മുമ്പിൽ വന്ന് നിൽക്കുമത്രേ ഇയാളെ കൂട്ടിക്കൊണ്ടുപോവാൻ. ആ ആന്തരികമായ പഥം, ഉള്ളിലുള്ള അവ്യക്തവർത്തമ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പുറപ്പെടാൻ തയ്യാറായ യോഗീശ്വരൻ അവ്യക്തവർത്തമനി അധിവേശിതാത്മാ എന്നാണ്. പുറമേക്ക് അറിയാത്തതായ ആ അവ്യക്ത മാർഗത്തിലൂടെ ടേക്ക് ഓഫ് ആകാൻ തയ്യാറായിട്ട് നിന്നു എന്നാണ്. ആ അവ്യക്ത വർത്തമാവാണ് ഇവിടെ പറയാൻ പോണത്തെ അവ്യക്തമാർഗം. വളരെ ഗഹനമായ വിഷയമാണ്. ബ്രഹ്മവിദ്യ പോലും നമുക്ക് യുക്തിക്കെങ്കിലും തെളിയും. ഈ ക്രമമാർഗം യുക്തിക്ക് തെളിയണതല്ല. അനുഭവൈക വേദ്യമായ യോഗികളുടെ സൂക്ഷ്മമാർഗമാണ്. മനോമയം സൂക്ഷ്മം രൂപം ഉപേത്യ പ്രയാതി എന്നാണ്. മനോമയം സൂക്ഷ്മം രൂപമുപേത്യ പ്രയാതി. ഇത് ചിന്മാർഗമല്ല, സൂക്ഷ്മമായ മനോമയ മാർഗമായതുകൊണ്ട് പതുക്കെ 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 അത് ഭ്രൂമധ്യത്തിൽ എത്തുമ്പോഴേ ചിന്മാർഗം ആവുകയുള്ളൂ. അതുവരയ്ക്കും അത് സൂക്ഷ്മമായ മനോമയ മാർഗമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നമ്മളുടെ ബുദ്ധിക്ക് പിടിയിട്ടില്ല. ആ മാർഗമാണ് ഇനിയിപ്പോ ഭഗവാൻ ഇവിടെ പറയാൻ പോണത്. ഇതൊക്കെ ശ്രദ്ധാഭക്തിപൂർവം കേൾക്കാം നമുക്ക്. ഭക്തിയായുക്തോ യോഗബലേന ചൈവ. ഭക്തി എന്താ? ആ അന്തര്യാമിയായ ഭഗവാന്റെ കൂട്ട്. സുഹൃതം സർവഭൂതാനാം. സുഹൃതം സർവഭൂതാനാം. നമുക്ക് സുഹൃത്തായ ഭഗവാനുണ്ട് എന്നാണ്. നല്ല ഡ്രൈവറുടെ അടുത്ത് വാഹനം കൊടുത്താൽ സ്വസ്ഥമായിട്ട് പോവാം. അർജുനൻ സ്വസ്ഥമായിട്ട് കൃഷ്ണൻ ഉണ്ട് എന്ന് ഇരുന്ന പോലെ നമ്മളുടെ ഡ്രൈവർ, ഈ ഇന്നർ പാത്തിലുള്ള ഡ്രൈവർ, ആന്തരികമായ മാർഗത്തിൽ അർജുനനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് ഭാഗവതത്തിലൊരു കഥയുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഇരുള് വന്നു, ഇരുളിൽ സുദർശനം പ്രവർത്തി, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ സൂക്ഷ്മമായ മാർഗം. ആ സൂക്ഷ്മമാർഗത്തിൽ സുഹൃതം സർവഭൂതാനാം കൂട്ടിക്കൊണ്ടുപോകാൻ വരും എന്നാണ്. ധാരാളം ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ വന്നിരിക്കണു കൂട്ടിക്കൊണ്ടുപോകാൻ. അവരൊന്നും ജ്ഞാനത്തിന് യോഗ്യതയുള്ളവരായിരുന്നില്ല. ഭക്തി കൊണ്ട് മാത്രം അവർക്ക് അവസാന കാലത്തിൽ അവർ കണ്ടു, ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ആള് വന്നിരിക്കണമെന്നാണ്. അവിടെയൊക്കെ വഴികളൊക്കെ ഉണ്ടാവുമോ? ഇവിടെ വഴി ഉണ്ടാവുമെങ്കിൽ അവിടെ എന്തുകൊണ്ട് വഴി ഉണ്ടായിക്കൂടാ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് വഴി ഉണ്ടാവാമെങ്കിൽ അവിടെയും വഴി ഉണ്ടാവാം. ആ വഴിയിലൂടെ കൂട്ടിക്കൊണ്ടുപോവാൻ ആ പരമേശ്വരൻ സുഹൃത്തായിട്ട് കൂടെ ഉണ്ട്. അവിജ്ഞാത സഖ. ആ അവിജ്ഞാത സഖാവായ ഭഗവാനെയാണ് ഇവിടെ ഭക്തിയായുക്ത എന്ന് പറഞ്ഞത്. മാത്രല്ല യോഗബലേന ചെയ്വ. യോഗബലം. യോഗബലം എന്താ? യോഗബലം കൊണ്ടാണ് ഭ്രൂമധ്യപര്യന്തം പോയി. ഭക്തിയായുക്തോ യോഗബലേന ചെയ്വ. നിരന്തര സമാധിയെ ശീലിച്ചുണ്ടാകുന്ന ചിത്തസ്ഥൈര്യമാണ് യോഗബലം. നിരന്തരാഭ്യസ്ത സമാധിസിദ്ധ ചിത്തസ്ഥൈര്യമാണ്. അതാണ് യോഗബലം എന്ന് പറയുന്നത്. പ്രാണനെ ഭ്രൂമധ്യത്തിൽ കൊണ്ടുവരുന്നു. നോക്കൂ, ഭ്രൂമധ്യം എന്ന് പറയുമ്പോ രണ്ട് കണ്ണിനും ഇടയ്ക്കാണ് നമ്മൾ തിലകം ധരിക്കുന്ന സ്ഥാനം. അത് ഏകദേശ രൂപം ബാഹ്യമായി. ഞാൻ ഇന്നലെ പറഞ്ഞു, അവസാനം പറഞ്ഞു, ആകാശത്ത് പറക്കുന്ന പരുന്തിന്റെ നിഴല് ഭൂമിയിൽ കാണപ്പെടുന്ന പോലെ അനുഭവമണ്ഡലത്തിലുള്ള യോഗിയുടെ അനുഭവത്തിന്റെ ഒരു നിഴല് മാത്രമാണ് ശരീരത്തില് മൂലാധാരം മുതൽ സഹസ്രാര പര്യന്തമുള്ള സ്പന്ദനമായിട്ട് കാണപ്പെടുന്നത്. ഇനിയിപ്പോ ഈ മാർഗം പറയണതിന് മുമ്പ് അല്പം ഇതിന് പുറകിലുള്ള ശാസ്ത്രം കുറച്ച് പറയാം. എന്താ എന്നുവെച്ചാൽ, നമ്മളുടെ ശരീരം മുഴുവനും
നാഡി നരമ്പുകൾ വ്യാപിച്ചു കിടക്കുന്നു. നെർവസ് സിസ്റ്റം തല മുതൽക്ക് കാല് വരയ്ക്കും എല്ലായിടത്തും നാഡികളും നരമ്പുകളും വ്യാപിച്ചു കിടക്കും. എവിടെ തൊട്ടാലും എന്നെ തൊടണു എന്നുള്ള ഭാവമാണ്. തലയാവട്ടെ കാലാവട്ടെ എല്ലായിടത്തും എന്നെ തൊട്ടു. എന്റെ അഭിമാനത്തിലാണ് സ്പർശിക്കപ്പെടുന്നത് അല്ലേ? എല്ലാം സർവത്ര വ്യാപിച്ചു കിടക്കുന്നു നാഡികളും നരമ്പുകളും. ഈ നാഡി നരമ്പുകൾ മുഴുവനും മനസ്സ് ഒഴുകുന്നുണ്ട്. ഇതിലൂടെ മുഴുവനും മനസ്സ് ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് എവിടെ തൊട്ടാലും വികാരം ഉണ്ടാവണത്. അമ്മ തൊട്ടാ ഒരുവിധം, ഭാര്യ തൊട്ടാ ഒരുവിധം, കുട്ടി തൊട്ടാ ഒരുവിധം, പാമ്പഴഞ്ഞ ഒരുവിധം, തവള ചാടിയ ഒരുവിധം, സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ ഒരു വിധത്തിലുള്ള വികാരം, ദ്വേഷത്തോടെ നോക്കിയാൽ ഒരു വിധത്തിലുള്ള വികാരം, ഇതൊക്കെ ശരീരത്തിൽ മുഴുവൻ യു ക്യാൻ ഫീൽ. അപ്പൊ അറിയാം നമ്മളുടെ വ്യക്തിത്വത്തിന്റെ എന്തോ ഒരു ശക്തിസ്പന്ദനം ശരീരം മുഴുവൻ വ്യാപിച്ചു കിടപ്പുണ്ട് അല്ലേ? എന്ന് പറയണു DNA സെല്ലിന്റെ ഉള്ളില് നമ്മളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി മുഴുവൻ ഉണ്ടെന്നാണ്. ഓരോ സെല്ലിന്റെ ഉള്ളിലും. ഈ അമ്പലത്തില് ശിവലിംഗത്തിന് പുറകില് അനേക കണ്ണാടികൾ പീസാക്കി വെച്ച് നടുവില് ഒരു വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ആ വിളക്കിന്റെ പ്രതിഫലനം എല്ലാ പീസസിലും റിഫ്ലക്റ്റായി കാണപ്പെടുന്ന പോലെ ഹൃദയത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, സെന്ററിലുള്ള പേഴ്സണാലിറ്റി ഓരോ DNA സെല്ലിന്റെ ഉള്ളിലും അതേ രീതിയിൽ മിനിയേച്ചർ ഫോമിൽ ഉണ്ട് എന്നാണ്. ഇപ്പോ ഈ അഭിമാനം എന്ന് പറയുന്ന സാധനം, ഈ അഭിമാനം ഉണ്ടെങ്കിലേ മനസ്സ് പ്രവർത്തിക്കുള്ളൂ. മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പവർ അഭിമാനമാണ്. ഞാൻ ജനറലായിട്ട് ചില കാര്യം പറഞ്ഞാൽ നിങ്ങൾ ജഡമായിട്ടിരിക്കും. നിങ്ങളെ ആരെങ്കിലുമൊക്കെ കുത്തുന്ന രീതിയിൽ, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, നിന്ദിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പ അടിവയറ്റില്, തലയിൽ, അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ വികാരങ്ങൾ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വികാരം ഉണ്ടാക്കുന്ന, ഉദ്വേഗം ജനിപ്പിക്കുന്ന എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അപ്പ ശരീരത്തിൽ സ്പന്ദനം അതാത് ഭാഗത്തിൽ കാണാം. ഓർത്തു നോക്കിക്കോളൂ അല്ലേ? പറഞ്ഞത് വെറും വാക്കാണ്. ഈ വാക്കിനെ അഭിമാനം സ്വീകരിച്ചതോടുകൂടെ, മാനിച്ചതോടുകൂടെ നാഡികളിൽ നരമ്പുകളിലും ഒക്കെ അതിന്റെ പ്രതിധ്വനി കാണും. അപ്പൊ അഭിമാനത്തിലാണ് സകലത നിൽക്കുന്നത്. ഈ അഭിമാനമോ ശരീരത്തിനെ ഞാനാണ് എന്ന് ധരിച്ചിരിക്കുകയാണ്. പുരുഷവിധത്വം എന്ന് പറയുന്നതിന് വേദത്തില് പുരുഷവിധത്വം. ഈ ശരീരം ഞാനാണ്. അന്നമയമാത്മാനം, ഞാൻ ഈ അന്നമയമായ ആത്മാവാണ്, ഞാൻ ഭക്ഷിക്കുന്നു, ഇത് മുഴുവൻ, ഈ ശരീരം മുഴുവൻ ഞാനാണ് എന്ന് ധരിച്ചിരിക്കുകയാണ്. പുരുഷവിധ. ഇതാണ് ഏറ്റവും സ്ഥൂലമായ മണ്ഡലം. ഇവിടെ തല മുതൽ ഏകദേശം ഇടുപ്പ്, പൃഷ്ഠം, വിസർജനേന്ദ്രിയം വരയ്ക്കും ഉള്ള ഭാഗത്തിനെ മുഖ്യമായ ശരീരത്തിന്റെ അംഗമായിട്ട് ശാസ്ത്രകാരന്മാർ പറയണം. പാദം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കർമ്മേന്ദ്രിയം വിട്ടു നിൽക്കുന്ന ഒരു കർമ്മേന്ദ്രിയം അത് നിൽക്കണോ അങ്ങനെ. യോഗികൾ പാദത്തിനെ
ഇതിന്റെ തന്നെ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് യോഗത്തിൽ ഇരിക്കുന്നത് അല്ലെ. നമ്മൾ ചമ്രം പടിഞ്ഞാണ് ഇരിക്കുന്നത്. സാധാരണ ചമ്രം പടിഞ്ഞിരിക്കും. അപ്പൊ ഒരു ദണ്ഡം ആയി. ദണ്ഡം അങ്ങനെ നിന്നു. ആ ദണ്ഡത്തിൽ തലയിൽ മുതൽ ചുവട് വരെ ഒരു നിയന്ത്രണ ശക്തി, ഞാൻ എന്നുള്ള അഭിമാനമാണ് നിയന്ത്രണ ശക്തി എന്ന് പറഞ്ഞു. ആ അഭിമാനത്തിന് മൂലം അജ്ഞാനമാണ് എന്ന് വേദാന്തം പറയണം. ഇന്നിപ്പോ ബുദ്ധിയിലാണ് കയ്യ്, കാല്, തല ഒക്കെ ഇരിക്കുന്നത്. ഒരു വലിയ നിരൂപണമാണ് ഈ പറയണ കാര്യം. കയ്യ്, കാല്, തല, അതായത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ദേ ആർ ഓൾ സെറ്റ് ഇൻസൈഡ് ദ ബ്രെയിൻ. ഒരു വഴിക്ക് പറയുകയാണ് ഞാനിപ്പോ. ബുദ്ധിയിലാണ് ഇന്ദ്രിയങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒരു ഇന്ദ്രിയം മുറിച്ചു കളഞ്ഞിട്ട് ബുദ്ധിക്ക് ഇൻഫർമേഷൻ എത്തിയിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ആ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനമൊക്കെ ബുദ്ധി തുടരും. കാലില്ലെങ്കിൽ, കാലില്ല എന്ന് അറിയാതെ ചിലപ്പോ ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞൊരു സൂക്കേടുണ്ട്, അത് ചൊറിയും എന്നാണ്. ഇല്ലാത്ത കാല് ചൊറിയാനൊന്നും പറ്റില്ല, കാലില്ല അവിടെ. ബുദ്ധിക്ക് അറിയില്ല കാലില്ല എന്ന്. അപ്പോട്ടെ, നമുക്ക് അതൊന്നും ഇപ്പൊ വിഷയമല്ല. എന്തിനു പറയണമെന്ന് വെച്ചാൽ, ബുദ്ധിയില് സൂക്ഷ്മമായിട്ട് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ കൂടിയിട്ടുള്ള ഉപാധിയാണ് ഞാൻ എന്ന് തീരുമാനിക്കുന്ന ഒരു അജ്ഞാനുണ്ട്. ആ അജ്ഞാനത്തിനെ എടുത്തു കളഞ്ഞാൽ ശരീരം ഉള്ളപ്പോ തന്നെ ശരീരം അശരീരത്വം സിദ്ധിക്കും. അതിന് വേറെ വഴിയുണ്ട്. ഇതൊക്കെ ശാസ്ത്രം. പക്ഷെ ഈ ശാസ്ത്രം പറഞ്ഞു വരുമ്പോ ഒരു ഒടക്കെന്താന്ന് വെച്ചാൽ, ശരീരത്തിലും നാഡികളിലും നരമ്പുകളിലും ഒക്കെ അഭിമാനത്തോടെ പിടിച്ചു കയറിയിരിക്കുന്ന ജീവൻ ആദ്യം തന്നെ ജ്ഞാനയോഗത്തിനൊന്നും വഴങ്ങില്ല. അയാളുടെ കർമ്മവാസനകളൊക്കെ തന്നെ അതിലൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. കർമ്മേതി ഹസ്തയോഹോ ഗതിരിതി പാദയോഹോ വിമുക്തിരിതി പായൗ. കർമ്മമായിട്ടും ഗതിയായിട്ടും വിസർജനാദി പ്രക്രിയകളായിട്ടും ഒക്കെ ശരീരത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ ശരീരത്തില് കയ്യ്, കാല്, അതായത് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ശ്രോത്രം, ചക്ഷുസ്, ഘ്രാണം, അതായത് കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും, കയ്യ്, കാല്, പാദം, പായു, ഉപസ്ഥം എന്നുള്ള കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്ന കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും ഒക്കെ തന്നെ പ്രാണന്റെ പല വിധത്തിലുള്ള രൂപങ്ങളാണ്. ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ശരിക്കും കേൾക്കുകയാണെങ്കിൽ യു വിൽ യുവർ സെൽഫ് ഫീൽ ദാറ്റ് ഓൾ ദ സെൻസസ് ആർ മെയ്ഡ് ഓഫ് വൈറ്റൽ എനർജി. പ്രാണന് മാത്രമാണ്. കൈയായിട്ടിരിക്കുന്നത് പ്രാണനാണ്, കാലായിട്ടിരിക്കുന്നത് പ്രാണനാണ്, കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക് ഒക്കെ പ്രാണനാണ്. ഇതൊക്കെ പ്രാണനാണ്. പ്രാണൻ തന്നെ കർമ്മേന്ദ്രിയങ്ങളായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടും ഒക്കെ മാറിയിരിക്കുകയാണ്, പരിണമിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രാണൻ ശോഷിക്കുമ്പോൾ ഇതൊക്കെ ശോഷിക്കും. പ്രാണൻ മലിനപ്പെടുമ്പോൾ ഇതൊക്കെ മലിനപ്പെടും. പ്രാണൻ ഊർജ്ജസ്ഫലമാകുമ്പോൾ ഇതൊക്കെ ഊർജ്ജസ്ഫലമാകും. അപ്പൊ പ്രാണന്റെ മണ്ഡലങ്ങളാണ് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഒക്കെ. ശരീരം തന്നെ ഇത്രയായില്ലേ? എന്നുവെച്ചാൽ പ്രാണൻ തന്നെ കൈയായിട്ടും കാലായിട്ടും ഒക്കെ മാറിയിരിക്കണു. പ്രാണൻ തന്നെ കണ്ണും മൂക്കും ഒക്കെ ആയിട്ട് മാറിയിരിക്കണു. ഇന്നലെ പറഞ്ഞു, കണ്ണില്ലാത്ത ആൾക്കും കണ്ണുണ്ട്, ചെവിയില്ലാത്ത ആൾക്കും ചെവിയുണ്ട്. ഇന്നലെ പറഞ്ഞു, ഓർത്തോളണം. കണ്ണില്ലാത്തവനെ പുറകെ നിന്ന് വിളിച്ചാല് അവൻ തിരിഞ്ഞു നോക്കും. എന്തിനാ തിരിഞ്ഞു നോക്കിയേ? കണ്ണില്ലല്ലോ, തിരിഞ്ഞു നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ണില്ല. ആ ഗോളസ്ഥാനത്തില് റെസ്പോണ്ടിങ് സെൻസ് ഉണ്ട്. അയാൾ കാണാൻ പറ്റില്ലെങ്കിലും അയാൾ നോക്കും.
അതുപോലെ തന്നെ ചെവി മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പ്രാണന്റെ പ്രസര കേന്ദ്രങ്ങളാണ്. അപ്പോ ആദ്യമായിട്ട് ഒരാള് ചെയ്യണത് പ്രാണ ഉപാസനയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം ചെയ്യലും മനസ്സിനെ നിയന്ത്രണം ചെയ്യലും ആഹാരത്തിനെ നിയന്ത്രണം ചെയ്യലും ഇന്ദ്രിയങ്ങളെ പ്രാണനെ സമ്പാദിക്കുകയാണ്. ഈ പ്രാണനെ സമ്പാദിച്ച് പതുക്കെ പതുക്കെ മൂലത്തിൽ അടക്കാൻ പറ്റുമോ, ഈ പ്രാണന് അപ്പുറം പോകാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ പുറകിലുള്ള ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം വേറെ. അപ്പൊ ഈ പ്രാണന് പ്രാണോപാസന ഭാഷ്യത്തിൽ തന്നെ ആചാര്യസ്വാമികൾ എടുത്ത് പറയണു, സമാപ്ത പ്രാണോപാസനസ്യ ബ്രഹ്മവിദ്യ ആരഭ്യത്തെ എന്നാണ്. പ്രാണോപാസനം കഴിഞ്ഞിട്ട് ഇനി ബ്രഹ്മവിദ്യ. അതിനു മുമ്പ് പറഞ്ഞ തെളിയില്ല എന്നാണ്. നമ്മളുടെ സാധനങ്ങളൊക്കെ പ്രാണോപാസനയാണ്. നാമജപാവട്ടെ, ഭഗവാന്റെ രൂപധ്യാനമാവട്ടെ, നാമസങ്കീർത്തനമാവട്ടെ, ആഹാര ഉപവാസം ഇരിക്കലാവട്ടെ, ഒരേ രീതിയിൽ ചെയ്യുന്നതൊക്കെ പ്രാണോപാസനയാണ്. തുടർന്ന് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്രയോജനം. അപ്പോ ഈ പ്രാണന്റെ മുഴുവൻ ഇരിപ്പിടം എവിടെയാണ്? ഈ പ്രാണൻ മുഴുവനായിട്ടും ഇരിക്കുന്നത് എവിടെയാണ് എന്ന് വെച്ചാൽ മനസ്സിലിരിക്കണു എന്ന് പറഞ്ഞു. മനസ്സെന്താ? പ്രാണന് പ്രത്യേകിച്ച് അന്യമായൊരു വസ്തുവാണോ? അല്ല, പ്രാണൻ തന്നെയാണ് മനസ്സ്. പ്രാണന്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സില് കണ്ണ്, കാത്, മൂക്ക്, ചെവി, കണ്ണ്, കാത്, മൂക്ക്, നാക്ക് ഒക്കെ ഉണ്ട്. സ്വപ്നത്തില് മനസ്സ് സ്വയമേവ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും വിശക്കുകയും ഉണ്ണുകയും ഒക്കെ ചെയ്യുന്നു, നടക്കുകയും ഒക്കെ ചെയ്യുന്നു. മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ സൂക്ഷ്മരൂപമുണ്ട്. പ്രാണന്റെ മുഴുവൻ സൂക്ഷ്മരൂപം മനസ്സിലുണ്ട്. അപ്പൊ മനസ്സെന്ന് പറയണത് പ്രാണന്റെ തന്നെ സൂക്ഷ്മ രൂപമാണ്, സൂക്ഷ്മതരമായ രൂപമാണ്. ആ മനസ്സാവട്ടെ വിജ്ഞാനത്തിലുള്ള ഒരു ഭ്രംശം കൊണ്ടുണ്ടായതാണ്. അപ്പൊ ആ വിജ്ഞാനത്തിലുള്ള ഭ്രംശം നീക്കാൻ ആണ് വേദാന്ത ശ്രവണം ചെയ്യുന്നതൊക്കെ. അപ്പോ മനസ്സ്, ഈ മനസ്സ് തന്നെ പ്രാണന്റെ ഓരോ മണ്ഡലങ്ങളിലും നിൽക്കണം. ഏറ്റവും സ്ഥൂലമായ മണ്ഡലമാണ് ഉണ്ണ, ഉറങ്ങുക, മണക്കുക, വിഷയഭോഗം ചെയ്യുക. ഇതൊക്കെ സ്ഥൂലമായ മണ്ഡലം. ആ സ്ഥൂലമായ മണ്ഡലത്തില് പ്രാണനോട് അഭിമാനിച്ചുകൊണ്ട് മനസ്സ് വിഹരിക്കണം. അതായത് അടി മുതൽക്ക് മുടി വരയ്ക്കും വ്യാപിച്ചു നിൽക്കുന്ന സ്റ്റേറ്റ്. അതാണ് നമ്മൾ സാധാരണ ഉള്ള സ്ഥിതി. മൂലാധാരം മുതൽ സഹസ്രാരം വരെ എന്ന് പറഞ്ഞു. അപ്പോ പ്രാണൻ മുഴുവൻ മനസ്സിലടങ്ങി. മനസ്സോ ഹൃദയത്തിലടങ്ങി. മനസ്സ് സൂക്ഷ്മമായി അന്തര്യാമിയായ ഭഗവാനിൽ അടങ്ങി. അന്തര്യാമിയായ ഭഗവാനെ ഉപാസിച്ചു തുടങ്ങി ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ. അപ്പൊ എന്താ? ഈ മനസ്സ് പതുക്കെ പതുക്കെ ശരീരത്തിൽ നിന്നും വിഡ്രോ ചെയ്യാണ്, വിത്ഡ്രോവലാണ്. ആ വിത്ഡ്രോവൽ ഉണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഭഗവാനോട് പറഞ്ഞു വരുന്നത്. ഏറ്റവും സ്ഥൂലമായ തലം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന് യോഗികൾ ഷഡാധാരങ്ങളെ, 6 ചക്രങ്ങളെ പറഞ്ഞുകൊണ്ടുവന്നു. ഈ 6 ചക്രങ്ങളില് സാധാരണ എല്ലാ മനുഷ്യരും ചുവട്ടിലുള്ള ഈ 3 ചക്രങ്ങളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കും. സ്വാധിഷ്ഠാനം, മണിപൂരകം, മൂലാധാരം, ഈ 3 ചക്രങ്ങൾ. പ്രജോത്പത്തി, ഭക്ഷണം കഴിക്കുക,
ധാരാളം വിത്തം സമ്പാദിക്കുക, ലോകത്തിലുള്ള പദാർത്ഥങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുക, ഉറങ്ങുക, ഈ കാര്യങ്ങളൊക്കെ ആഹാര നിദ്ര ഭയ മൈഥുനം ച ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ കാണാം, ഭയം വരുമ്പോ തന്നെ അടിവയറ്റിലാണ് വികാരം ഉണ്ടാവുക. ഭയപ്പെടുമ്പോ, ആകെപ്പാടെ ഒരു ടെൻഷൻ വരുമ്പോ, പേടി വരുമ്പോ അടിവയറ്റിൽ ഇങ്ങനെ കിടന്ന് സ്പന്ദിക്കും. വിശപ്പ് വയറ്റിലാണ് അല്ലേ, ഊണ് കഴിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞു. ഉറങ്ങിക്കഴിഞ്ഞാൽ കൂർക്കം വഹിക്കുമ്പോ വയറാണ് മുകളിലേക്ക് പോയി ചുവട്ടിലേക്ക്. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുമ്പോ നേവൽ പോർഷൻ വരയ്ക്കും സ്പന്ദനം ഉണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പാണെന്ന് അർത്ഥം. സ്ലീപ്പ് ഇവിടെ വരെയല്ല. ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ കാണാം, ഈ ഭാഗമൊന്നും കാര്യമായിട്ട് സ്പന്ദിക്കില്ല, ഇവിടത്തോടെ നിൽക്കും, നെഞ്ചോടെ നിൽക്കും. ഇതൊക്കെ യോഗശാസ്ത്രമാണ്. ശ്രദ്ധിച്ച്, നമ്മളുടെ ദൈനംദിന ജീവിതമാണ് യോഗശാസ്ത്രം, അല്ലാതെ പ്രത്യേകിച്ച് മൂക്ക് പിടിച്ചിട്ട് പുഴിയൊന്നുമല്ല. പ്രാണൻ അടിവയറ് വരെ പോകുമ്പോ, ശ്വാസം വിടുമ്പോ ചിലർക്ക് കാണാം ഇവിടെ ഇങ്ങനെ വരുള്ളൂ. അടിവയറ്റിന് വരുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും പ്രാണൻ ശരിക്ക് ചലിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോ നാഭി, അതിനും ചുവട്ടിലുള്ള സ്ഥാനം ഉപസ്ഥം, പായു ഉപസ്ഥം, വിസർജനം എന്നുള്ള കർമ്മം, ഭോഗ സുഖം അനുഭവിക്കുക എന്നുള്ള കർമ്മം. ഇത് രണ്ടും കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവുമായിട്ട് നിൽക്കും. അവിടെയൊക്കെ ഭഗവാൻ വന്നിരിക്കണമെന്നാണ്. മഹാഗണപതി എവിടെയാ ഉപാസിക്കുന്നത്? മൂലാധാരത്തിലാണ്. മൂലാധാര ഗണപത്തെ എന്ന് പറഞ്ഞ് തന്നെ ദീക്ഷിതരുടെ ഒരു കൃതിയുണ്ട്. വിഘ്നേശ്വരനെ മൂലാധാരത്തിൽ, അദ്ദേഹം നല്ല തടിച്ചു കൊഴുത്തും വലിയ വയറും ഒക്കെ ആയിട്ട് മൂലാധാരത്തിലാണ് വിഘ്നേശ്വരനെ ഉപാസിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പവും വടയൊക്കെ തിന്നണം, ഭക്ഷിക്കണം. ഉച്ഛിഷ്ട ഗണപതി ഉപാസന എന്നൊക്കെ ഉണ്ട് ചിലർക്ക്. ഉച്ഛിഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ ഊണ് കഴിച്ചിട്ട് ബാക്കിയുള്ളവർ തൊട്ടാൽ അത് ഉച്ഛിഷ്ടം എന്ന് പറയും. വേറെ എന്താന്ന് വെച്ചാൽ ശിഷ്ടന്മാര് ചെയ്യാൻ പാടില്ല എന്ന് പറയണതാണ് ഉച്ഛിഷ്ടം. ശിഷ്ടന്മാര് പാടില്ല എന്ന് പറയുന്ന കാര്യമാണ് ഉച്ഛിഷ്ടം. ആ ശിഷ്ടന്മാര് എന്തൊക്കെ പാടില്ല എന്ന് പറയണോ അത് ധർമ്മം. ആ ധർമ്മത്തിന്റെ വരുതിക്കുള്ളിൽ നമ്മളെ നിർത്താനാണ് ആ ഗണപതിയെ പിടിക്കേണ്ടത്, അല്ലാതെ നമ്മളുടെ കാര്യം സാധിക്കാനല്ല. ധർമ്മത്തിൽ എന്തൊക്കെ പ്രതിബന്ധമുണ്ടോ, എന്തൊക്കെ ദുശ്ശീലങ്ങളുണ്ടോ, ആ ദുശ്ശീലങ്ങളൊക്കെ മാറ്റി തീർക്കാനുള്ള പ്രതിനിധിയാണ് അദ്ദേഹം. ഓരോ മണ്ഡലത്തിലും നമുക്ക് നോക്കൂ, പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് 15 വർഷമായിട്ട് വരുമ്പോ ഇപ്പോഴും വഴി ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോ ഈ സൂക്ഷ്മവർദ്ധമേല് വഴി കാണിച്ചു തരുന്ന ആള് വേണ്ടേ? ഓരോ മണ്ഡലത്തിലും ദേവതകൾ വന്ന് നിൽക്കും എന്നാണ്. അത് മാത്രല്ല, നമ്മൾ എവിടെ നിൽക്കണു അവിടെ ഉള്ളിന്ന് വഴി കാണിക്കുന്നു മാത്രമല്ല, വെളിയിൽ വന്ന ഒരാൾ പറയും. ഈ യോഗശാസ്ത്രം നമ്മളെ അധ്യാത്മ സാധനയിൽ വളരെ വിനയത്തോടെ ഇരുന്നോളൂ. വിനയത്തിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കരുത്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടണ്ടല്ലോ. ട്രെയിനിൽ കയറണ വരെ ഓടണം, മെനക്കെട്ടണം അല്ലേ? ടിക്കറ്റ് വാങ്ങി ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പാടില്ല. സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പൊതിയൊക്കെ കഴിക്കണം അല്ലേ? അതേപോലെ അധ്യാത്മമാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവസരപ്പെടണം. ഗുരുവിനെ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അധ്യവസായം ചെയ്യണത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വഴി എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരും, വന്നിട്ട് അതെ ഈ മന്ത്രം ജപിക്കൂ. ശരി, ജപിച്ചോ. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾ പറയാം അത് വേണ്ട, ഇത് ജപിക്കൂ. ശരി. ഓരോ മണ്ഡലത്തിലും കടത്താനുള്ള ആളുകൾ വരും എന്നാണ്. ഇവരൊന്നും പരസ്പര വിരോധികളല്ല. തൃശ്ശൂരിൽ നിന്ന് ഒരാൾ ഇങ്ങടേക്ക് വഴി കാണിച്ചു, ഇവിടെ വന്നപ്പോ ഇവിടുന്ന് ഒരാൾ ഇങ്ങടേക്ക് വഴി കാണിച്ചു, ഇവിടുന്ന് നിങ്ങൾ ഒരാൾക്ക് വഴി കാണിച്ചു. ഇതുപോലെ അകത്തുള്ള ഒരു സൂക്ഷ്മമായ യാത്ര. ആ സൂക്ഷ്മമായ യാത്രയ്ക്ക് അന്തര്യാമിയായ ഭഗവാൻ പുറത്തോരോ രൂപത്തിൽ വരും, അകത്ത് ഓരോ ഭാവങ്ങളുടെ രൂപത്തിലും പുറത്തോരോ വ്യക്തികളുടെ രൂപത്തിലും ഒക്കെ വരും. ഇതൊക്കെ അറിയാനുള്ള സൂക്ഷ്മ ബുദ്ധി മാത്രം നമുക്ക് വേണം, അത്രയേ ഉള്ളൂ. മൂലാധാരത്തിലാണ് വിഘ്നേശ്വരനെ ഉപാസിക്കുന്നത്.
മണ്ണ് എന്ന് പറയുന്നത്, അതായത് സോളിഡ്, ഈ പ്രപഞ്ചം വളരെ സോളിഡാണ്, പദാർത്ഥമാണ് എന്നുള്ളത് ആ ഒരു ഭ്രമം ആ മൂലാധാര ചക്രത്തിലാണ് നിൽക്കുന്നത്. ഇത് തൂണാണ്, ഇത് മൈക്കാണ്, ഇതൊക്കെ പദാർത്ഥ ഭാവനാദൃഷ്ടി മൂലാധാരത്തിലാണ് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ പതുക്കെ ഇതൊക്കെ ലിക്വിഡ് ആവും, എന്നുവെച്ചാൽ ഡ്രീമി ആവും. അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ എന്ത് വേണമെങ്കിൽ ആവാമെന്നാണ്. മനുഷ്യൻ എത്ര കണ്ട് വസ്തുനിഷ്ഠമായിട്ടിരിക്കുന്നു അത്ര കണ്ട് ചോട്ടിലിരിക്കണു എന്നാണ് അർത്ഥം എന്നാണ്. കൊച്ചുകുട്ടികൾ നോക്കൂ, എപ്പോഴും ഡ്രീമിയാണ്. അവർക്ക് എന്ത് പറഞ്ഞാലും വിശ്വാസമാവും. ഇത് തൂണല്ല, ഭൂതാണെന്ന് പറഞ്ഞാൽ അവർ ഭൂതമായിട്ട് കാണും. എന്താന്ന് വെച്ചാൽ അവർക്ക് ആ പദാർത്ഥ ഭാവന ദൃഷ്ടിയില്ല. നമ്മള് ഫൗണ്ടേഷൻ വരെ വന്ന് ജയിലിൽ പെട്ടുകൊടുക്കണതുകൊണ്ട് നമുക്ക് പദാർത്ഥ ഭാവന ദൃഷ്ടിയാണ്. ഒക്കെ കല്ല്, മണ്ണ് എന്നൊക്കെ പറഞ്ഞ് കാടുകയാണ്. അപ്പൊ ആ മൂലാധാര ചക്രത്തിൽ വരെ നമ്മളുടെ അഭിമാനം രൂഢമായിട്ട് കിടക്കുമ്പോ പദാർത്ഥങ്ങളൊക്കെ വസ്തുക്കളാണ്, ഇതാണ് അതാണ്, രാഗം ദ്വേഷം ഒക്കെ ഉണ്ടാവും. അവിടെ നിന്നും ആ ഈശ്വരന്റെ കൃപ പതുക്കെ മേപ്പെട്ട് പൊക്കിവിടുമ്പോ മണ്ണ്, ജലം, മണം എന്നുള്ളത് മനുഷ്യനിൽ പൊതുവെ കുറവാണ്. നമുക്ക് കാണാം, മൃഗങ്ങളുടെ അത്ര നമുക്ക് മണക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ തന്നെ നമ്മളുടെ സ്ഥിതി മൂലാധാര ചക്രത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ എന്നറിയാം. മൃഗങ്ങളെ പോലെ നമുക്ക് പറ്റില്ല മണക്കാൻ. ചില മനുഷ്യരുണ്ട് എന്തു മണത്ത് നോക്കും. എന്നാലും നമുക്ക് മൃഗങ്ങളുടെ അത്രയൊന്നും ദൂരത്തുള്ളത് മണക്കുക. ചിലതൊക്കെ 15 കിലോമീറ്റർ ദൂരത്തുള്ളതൊക്കെ മണക്കും. അത്രേ എണയൊക്കെ മണത്തിട്ടാണ് കണ്ടുപിടിക്കുക എന്നാണ്. എരയും എണയും മണത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. പല മൃഗങ്ങളും പാമ്പുകളും ഒക്കെ മണത്ത് പോയി കണ്ടുപിടിക്കും. 15 കിലോമീറ്റർ ദൂരത്തുള്ളതൊക്കെ മണത്ത് കണ്ടുപിടിക്കും. അത്രേ എന്നാലോചിച്ച് നോക്കൂ. അങ്ങനത്തെ മണമൊന്നും നമുക്കില്ലല്ലോ. പക്ഷേ മണം നമ്മളിൽ ആക്ടിവേറ്റഡ് ആണ്, നമുക്ക് അറിയണില്ല, അത്രയേ ഉള്ളൂ. വ്യക്തികൾ അടുത്ത് വരുമ്പോൾ, ആളുകൾ അടുത്ത് വരുമ്പോഴൊക്കെ ചില ഗന്ധമൊക്കെ നമ്മളെ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നമുക്ക് അതിന്റെ ഇമ്പാക്ട് നമ്മളുടെ മേലെ അത്ര കണ്ടില്ല. അപ്പൊ ആ മൂലാധാര ചക്രത്തിൽ നിന്നും പതുക്കെ പതുക്കെ ജലം രുചിയാണ്. രുചിയും നമുക്ക് മൃഗങ്ങളെ പോലെ രുചിക്കാനൊന്നും പറ്റില്ല. അവരെന്ത് കിട്ടിയാലും രുചിച്ച് തിന്നണ പോലെ പന്നി ആ ഡ്രെയിനേജ് വാട്ടർ കുടിക്കണം നോക്കൂ. നിങ്ങൾ അടപ്രഥമനടക്കം ഇത്ര രുചിയോടെ കഴിക്കില്ല. നമുക്ക് രുചിക്ക് സ്പെഷ്യാലിറ്റി ഒക്കെ വേണം. ആ പന്നിക്ക് ആ ഡ്രെയിനേജ് വാട്ടർ കിടന്ന് കുടിക്കണത് കാണുമ്പോ എന്തോ പാലടപ്രഥമം കഴിക്കണ പോലെയാണ്. കുഴപ്പവുമില്ല. അതിന് മൂലാധാര ചക്രമൊക്കെ നല്ല ബലാണ്, ഡൈജഷനൊക്കെ നല്ല പവർഫുള്ളാണ്. ഡൈജഷനൊക്കെ എന്തു കിട്ടിയാലും ഡൈജസ്റ്റ് ആവും. എന്താന്ന് വെച്ചാൽ അവരുടെ ആത്മശക്തി അടിവയറ് വരെ വ്യാപിച്ചു കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിന്റെ മേലെ സ്വാധിഷ്ഠാനം, മണിപൂരകം, ഈ ചക്രങ്ങളൊക്കെ മനുഷ്യന്റെ പൊതുവേ ഉള്ള സഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇത് കഴിഞ്ഞ് ഏകദേശം അനാഹത ചക്രത്തിലേക്ക് ഇവന്റെ അഭിമാനം, ഞാൻ അഭിമാനം എന്ന് തന്നെ പറയണു, കുണ്ടലിനി എന്ന് പറയണതിന് പകരം കുണ്ടലിനി എന്ന് പറയുന്ന ചിത് ശക്തി, മുഖ്യപ്രാണൻ എന്ന് ഉപനിഷത്തുകൾ പറയണു. മുഖ്യപ്രാണൻ എന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ പറഞ്ഞു എങ്ങനെയാ പ്രജാപതി താൻ സർവേന്ദ്രിയങ്ങളിലും വ്യാപിച്ചുപോയി ചളി പിടിച്ചു അത്രേ. അപ്പൊ തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി എന്താ വഴിയെന്ന് ആലോചിച്ചു. ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്നതാണ്. അപ്പോ എന്തൊക്കെയോ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ സാധന ചെയ്തു നോക്കി, ഉദ്ഗീതം ചെയ്തു നോക്കി, നടന്നില്ല. അവസാനം മുഖ്യപ്രാണനെ പിടിച്ചപ്പോഴേ നടന്നുള്ളൂ എന്നാണ് കഥ. അപ്പൊ ആ മുഖ്യപ്രാണൻ ആരാണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഈ അഹം സ്ഫൂർത്തി, ഈ സ്ഫൂർത്തിയാണ് മുഖ്യപ്രാണൻ, ചിത് ശക്തി. പക്ഷെ ആ ചിത് ശക്തി മൂലാധാരത്തിലോ സ്വാധിഷ്ഠാനത്തിലോ മണിപൂരകത്തിലോ ഒന്നും പിടികിട്ടില്ല. എത്ര പറഞ്ഞാലും പിടികിട്ടില്ല. സ്ഫൂർത്തി എന്നൊന്നും പറഞ്ഞാലും പിടികിട്ടില്ല, കുണ്ടലിനി എന്ന് പറഞ്ഞാലും പിടികിട്ടില്ല, കൃപ എന്ന് പറഞ്ഞാലും ഒട്ടും പിടികിട്ടില്ല. കൃപ എന്നൊക്കെ പറയണത് തന്നെ എന്നുവെച്ചാൽ മൈൻഡ് അല്ലാത്ത ഒരു ഫോഴ്സ്. മൈൻഡ് നമ്മളുടെ അടുത്ത് ഉണ്ട്, പക്ഷെ മനസ്സല്ലാത്ത ഒരു ശക്തി വന്ന് നമ്മളെ കൈപിടിച്ച് പൊക്കണത് നമ്മളറിയാതെ അറിയുന്നുണ്ട്. ഒരു വേഗ റികളക്ഷൻ ഓഫ് എ ഹയർ പവർ ഹോൾഡിങ് യു. അത് ആ ശക്തിയെ ആത്മാവിന്റെ തന്നെ ശക്തി എന്ന് പറഞ്ഞോളൂ. ആ ശക്തിയെ
അല്പമൊക്കെ നമ്മളെ കാണുന്നത്, അതിന്റെ വെളിച്ചം അല്പമൊക്കെ നമ്മൾ കാണുന്നത് അനാഹത ചക്രത്തിലെത്തുമ്പോഴാണ്, ഹൃദയസ്ഥാനത്തിൽ. അപ്പോഴാണ് സത്സംഗത്തിലൊക്കെ നമ്മൾ വന്നിരിക്കുന്നത്. സത്സംഗത്തിൽ വന്നിരിക്കും. ഒരിക്കൽ ഗീത കേട്ടു, എന്തൊക്കെയോ ഭാഗവതം കേട്ടു. അപ്പൊ പെട്ടെന്ന് തോന്നി ഇനി മുതൽ ധ്യാനിക്കണം, ഭക്തി ചെയ്യണം. എന്താന്ന് വെച്ചാൽ പതുക്കെ ഇവിടെ ഒരു ദ്വാരം തുറന്നു എന്നാണ്, മേപ്പട്ടയ്ക്കുള്ള ദ്വാരം തുറന്നു. ഓരോന്നായി പൂട്ട് തുറന്നു പോവാണേ. സാധാരണ ഈ 3 ഉള്ളൂ, ഹൃദയത്തിൽ നിന്ന് അങ്ങടേക്കുള്ള ദ്വാരം തുറക്കുകയില്ല. അത് പതുക്കെ അങ്ങട് തുറന്നു. ഇത്തിരി ഒന്ന് തുറന്ന് ഈ ശക്തി ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ്, എവിടെയോ സത്സംഗത്തിൽ വന്നു, ഭജന കേട്ടു, ഒരു ആനന്ദം ഉണ്ടായി, കണ്ണടച്ച് അങ്ങനെ ഇരുന്നു. ഇതൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല. ആ ശക്തി അങ്ങോട്ട് ഉള്ളിൽ പ്രവേശിച്ച് അനാഹത ചക്രത്തിൽ വന്നു. അപ്പൊ ചിലപ്പോ ഒക്കെ കിട്ടിയെന്നൊക്കെ തോന്നും, പിന്നെയും ചോട്ടിലേക്ക് വരും. പോയ വഴിക്ക് വണ്ടി ബാക്കടിക്കും, പിന്നെയും കുറച്ചുപേർ ഷെഡിൽ പോയി കിടക്കും, പിന്നെയും കുറെ വിഷമിക്കിച്ചു. പക്ഷേ എത്തി നോക്കി കഴിഞ്ഞില്ലേ, അതുകൊണ്ട് കുറെയൊക്കെ. മാത്രമല്ല ഈ അനാഹത ചക്രത്തിൽ പതുക്കെ പതുക്കെ സത്സംഗം, ഭക്തി, ശാന്തി, നല്ല ആളുകളുമായിട്ടുള്ള സംഘം ഒക്കെ അപ്പുണ്ടാവും. ഇതൊക്കെ ഭഗവാൻ തന്നെ വലിച്ചുകൊണ്ട് പോണതാണ് ജീവനെ. നമ്മൾ സാധന ചെയ്തിട്ടൊന്നുമല്ല. എന്നാലും നമുക്ക് സാധനയൊക്കെ ഉണ്ടാവും പുറത്ത്. ആ സമയത്ത് നമുക്ക് ധാരാളം കൂട്ട് കിട്ടും. ഭാഗവതങ്ങൾക്കും ഗീതകൾക്കും സത്സംഗത്തിൽ വന്നിരിക്കും. ചിലപ്പോ അത് ഉള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടും. ഇതൊക്കെ നമുക്കറിയില്ല എങ്ങനെ സംഭവിച്ചു എന്ന്. അവിടെ പോയി ഇതൊക്കെ നടക്കും. പുതിയ ഒരു കൂട്ടുകെട്ടൊക്കെ വരും, ഒരു സത്സംഗമൊക്കെ വരും, നല്ല ഗ്രന്ഥങ്ങളൊക്കെ കിട്ടും. അതൊക്കെ മനസ്സിലാക്കും, ശാസ്ത്ര ചർച്ചയൊക്കെ ചെയ്യും. എങ്കിലും ഒന്നും സ്വയം അനുഭവത്തിലായിട്ടില്ല. ഒക്കെ മനസ്സിലാക്കും. പുതിയ വെളിച്ചങ്ങൾ കിട്ടും, പുതിയ കാര്യങ്ങൾ കിട്ടും. ഇതെങ്ങനെ അനുഭവത്തിൽ വരും എന്നൊക്കെ തോന്നും. അവിടെ നിലയ്ക്കാൻ കുറേ കാലം അതിൽ തന്നെ പ്രവർത്തിച്ച് ഈ അനാഹത ചക്രത്തിൽ ഒരു വിധത്തിൽ ഫൗണ്ടേഷൻ നിൽക്കും. എന്നുവെച്ചാൽ പതുക്കെ ചുവട്ടിലുള്ള ആ സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, പൂട്ടും. കീലകം സാധാരണ നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴൊക്കെ കീലകം എന്നുണ്ട്. ആ പൂട്ട ചുവട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പൂട്ടിയിട്ട് ഈ അനാഹത ചക്രത്തില് ജീവൻ സത്സംഗവും ഭക്തിയും ശാസ്ത്രവിചാരവും ഒക്കെ ആയിട്ട് നിൽക്കും. അവിടുന്ന് മേപ്പെട്ട് പോല. അവിടെയാണ് ഇയാൾക്ക് ഗുരുവിനെ കിട്ടുക. ഗുരുവിനെയും കിട്ടുന്നതും ഗുരുവിനെ അനുസരിക്കുന്നതും ശാസ്ത്രം പഠിക്കുന്നതും ഒക്കെ ആയിട്ട് അവിടുന്ന് ഇനി പ്യൂരിറ്റിയുടെ സെന്ററാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഇയാൾ ശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയാലും ശരീരത്തിലുള്ള ഇന്ദ്രിയ സ്ഥാനങ്ങളൊക്കെ അതേപോലെ ഉണ്ട്. ഇന്ദ്രിയ അഭിമാന ശക്തി അതേപോലെ ഉണ്ട്. ഈ ചിത്ശക്തിയെ അല്പമൊന്ന് ഇയാൾ തൊട്ടു നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ വണ്ടിയിൽ ഇയാൾ കയറിയിട്ടില്ല. ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും മനസ്സെന്ന് പറയുന്ന വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ടാണ് ഇയാൾ കാര്യങ്ങളൊക്കെ അറിയണത്, മനസ്സുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്, മനസ്സ് വെച്ചുകൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നത്, മനസ്സുകൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. ഇനിയും ആ മനസ്സിനേക്കാളും റിലയബിൾ ആയിട്ടുള്ള ആ ഫോഴ്സിന്റെ കയ്യിൽ ഇയാൾ തന്നെ ഏൽപ്പിച്ചിട്ടില്ല. അതിപ്പോഴും സാധിക്കില്ല. ഈ അനാഹത ചക്രത്തിൽ നിന്നും വിശുദ്ധി ചക്ര പര്യന്തം പോകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് യോഗ സാധനയാണെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഒന്നുമല്ല, ധർമ്മമാണ്. ചലിക്കാത്ത ധർമ്മനിഷ്ഠയില്ലെങ്കിൽ അവിടുന്ന് അവിശുദ്ധി ചക്രത്തിലേക്ക് പോകാൻ പറ്റില്ല. ധർമ്മം, സ്വാർത്ഥതയെ ത്യജിക്കലാണല്ലോ ധർമ്മം. എത്ര കണ്ട് സ്വാർത്ഥതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ ശാസ്ത്രത്തിനനുസരിച്ച്, ഗുരുവാക്യത്തിനനുസരിച്ച് ശ്രദ്ധയോടുകൂടെ ധർമ്മത്തിന്റെ ട്രാക്കിൽ നിൽക്കുന്നവൻ അവന് പോലും അറിയാതെ ഗ്ലൈഡ് ചെയ്ത് ഉള്ളിലൂടെ പോകും. ശീഘ്രഗമനമല്ല. ശീഘ്രഗമനം ഇങ്ങനെ ഇരുന്ന് ഉള്ളിലൂടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പോയ പോലെ തന്നെ തിരിച്ചു വരും. അപകടമാണ്. അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല. അങ്ങനെ എളുപ്പ വഴിയൊന്നുമില്ല. ഷോർട്ടസ്റ്റ് റൂട്ട് ഈസ് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points എന്ന് പറയും. ഷോർട്ട് റൂട്ട് തരേണ്ടെന്നാണ്. പതുക്കെ ശനൈഹി എന്നാണ്. ധർമ്മനിഷ്ഠയോടുകൂടെ, സദാചാരത്തോടുകൂടെ, നിഷ്ഠയോടുകൂടെ, തപസ്സോടുകൂടെ,
ഒരു ധൃതിയും കൂട്ടാതെ, ഇതൊന്നും അറിയേ വേണ്ട, ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്തുകൊണ്ട്, ഭഗവതാരാധന ചെയ്തുകൊണ്ട്, ജ്ഞാനവിചാരം ചെയ്തുകൊണ്ട്, സദാചാര നിഷ്ഠയോടുകൂടെ ഇരിക്കുന്നവൻ അവന് പോലും അറിയാതെ അനാഹത ചക്രത്തിൽ നിന്നും ഈ വിശുദ്ധി ചക്രത്തിലേക്ക് വരും. അവിടെ ശുദ്ധമാകും, നിർമ്മലമാകും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം മുതലായ ദോഷങ്ങളൊക്കെ ഇയാളെ വിട്ടുപോവുകയും അതിന് വേണ്ട ഇൻസിഡൻസ് ഒക്കെ ഭഗവാൻ ഉണ്ടാക്കും. എങ്ങനെയാ സ്ഫുടം ചെയ്തെടുക്കാന്ന് പറയാൻ പറ്റില്ല. മെഡിറ്റേഷൻ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ജീവിതത്തിലിട്ട് വറുത്തെടുക്കും. ചട്ടിയിലിട്ട് വറുക്കണ പോലെ വറുത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കും. അതൊക്കെ യോഗസാധനയാണ്. നമ്മൾ വിചാരിക്കുന്ന യോഗസാധന എന്ന് വെച്ചാൽ ഈ പത്മാസനത്തിൽ ഇരുന്ന് ചെയ്യണത് ഒന്നുമല്ല. നമ്മളുടെ നാഡീ നരമ്പും ഒക്കെ ശുദ്ധാവണമെങ്കിൽ ദുഃഖവും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് കോശങ്ങളുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന അഭിമാനമൊക്കെ വേഗണം. അതൊന്നും സ്വയമേവ ഒരു പ്രാണായാമം കൊണ്ടൊന്നും നടക്കില്ല. അപമാനം സഹിക്കണം, ചീത്ത വിളിക്കുന്നത് കേൾക്കേണ്ടി വരും. നമ്മുടെ ആരുടെടുത്തൊക്കെ അറ്റാച്ച്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ അടുത്തു നിന്നുള്ള വിരോധവും വിഷമങ്ങളും വേദനയും ഒക്കെ സഹിക്കേണ്ടി വരും. ഇതൊക്കെ ചിലപ്പോൾ ഇതിന്റെ നടുക്കുകൂടിയാണ് നടക്കുക. ഇതിന്റെ ഇടയിൽ ഇതൊക്കെ അടങ്ങിക്കൊണ്ടിരുന്ന ജീവൻ ശുദ്ധ നിർമ്മലമായി വിശുദ്ധി ചക്രത്തിലെത്തുമ്പോ പതുക്കെ പിടിവിടും. അവിടുന്ന് ഇങ്ങടേക്കുള്ള യാത്രയുണ്ടല്ലോ, അത് അലൗകികമായ യാത്രയാണ്. അലൗകികമായ യാത്രയാണ്. ആ വിശുദ്ധി ചക്രത്തിൽ നിന്നും ഭ്രൂമധ്യത്തിലേക്ക് ശരിക്കും ഒരു ഗരുഡൻ പറന്നു പോണത് കണ്ടിട്ടുണ്ടോ? ആകാശത്തില് മനുഷ്യന്റെ ദൃഷ്ടിയിലെത്താത്ത ഉയരത്തില് മേഘപാളികൾക്ക് മുകളിൽ പറക്കും. ശ്യേനോ യഥ എന്നാണ് പറയണത്. ശ്യേനോ യഥ, ഒരു ഗരുഡൻ പറക്കുന്ന പോലെ, ഒരു കഴുകു പറക്കുന്ന പോലെ, ഒരു പരുന്ത് പറക്കണ പോലെ ആ വിശുദ്ധി ചക്രത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് കൃപാശക്തി, ഗുരുകൃപ, മനസ്സല്ല, യത്നമല്ല, അവിടെ നിന്നും കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ, ഈ മനസ്സോ ഒന്നുമല്ല, അവിടെ നിന്നാണ് ഈ ദേവതകൾ പിടിച്ചെടുത്തോണ്ട് പോയി എന്നാണ് പറയാ. എന്നുവെച്ചാൽ സൂക്ഷ്മദേവതകള്, സൂക്ഷ്മമായ ശക്തി, മനസ്സല്ലാത്തതായ ശക്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സില്ല. മനോഭിഭിത്വ, മനസ്സാണല്ലോ നമുക്ക് ഇച്ഛാശക്തിയായിട്ടും സങ്കല്പമായിട്ടും ഡിസയർ ആയിട്ടും ഒക്കെ. ഇവിടുന്ന് കൈ ഇങ്ങനെ ആക്കണമെങ്കിൽ ഡിസയർ വേണം, ഇങ്ങനെ ആക്കണമെങ്കിൽ ഡിസയർ വേണം. ആ ഡിസയർ ഇല്ലാതെ ആജ്ഞ എന്നാണ്. രാമകൃഷ്ണദേവൻ പറയണ്ടല്ലോ, ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചിരിക്കണു, ഭഗവാൻ ഇങ്ങനെ ഇരുത്തണു, അങ്ങനെ ഇരിക്കണു, എന്റെ ഇച്ഛയല്ല, എനിക്കൊന്നുമില്ല. ജീവൻ മുക്തന്മാർക്ക് അവരുടെ ഇച്ഛയൊന്നുമില്ല. അവരെ ആ ശക്തി എങ്ങനെ ചലിപ്പിക്കണു അങ്ങനെ ചലിക്കണു, എന്ത് പറയിപ്പിക്കണു അത് പറയണു, എന്ത് ചെയ്യിപ്പിക്കണു അത് ചെയ്യണു. ആജ്ഞാനുവർത്തികളാണ് അവര്. ആ മഹാശക്തിയുടെ കയ്യിൽ യന്ത്രമാണ് അവര്. അപ്പൊ ആ ഭ്രൂമധ്യത്തിലെത്തുമ്പോൾ പ്രാണൻ നിർമ്മലമായി, മനസ്സിന്റെ കളങ്കലേശം പോലും ഇല്ലാതെ. എന്നുവെച്ചാൽ അവിടെ ഇയാൾക്ക് ലിമിറ്റേഷൻ ഇല്ല, ഇയാളൊരു വ്യക്തിയല്ല, ഇയാളൊരു ഉപാധിയല്ല, ഇയാളൊരു സ്ത്രീയോ പുരുഷനോ അല്ല, ഇയാൾ ഒരിടത്ത് നിൽക്കുന്നവനല്ല, അഖണ്ഡ ആകാശം പോലെയാണ്. എന്നുവെച്ചാൽ വിശുദ്ധി ചക്രത്തിൽ തന്നെ ഇയാൾ സ്പേസിനെ കടന്നു കഴിഞ്ഞു. മൂലാധാരത്തിലെ മണ്ണ്, അനാഹതത്തിലെ വെള്ളം, വിശുദ്ധി ചക്ര സ്വാധിഷ്ഠാനത്തിലെ വെള്ളം, മണിപൂരകത്തിലെ അഗ്നി, ഹൃദയസ്ഥാനത്തിലെ വായു, വിശുദ്ധി ചക്രത്തിലെ ആകാശം, ഭ്രൂമധ്യത്തിലെ മനസ്സ്. അവിടെ വെച്ച് മനസ്സും ഭേദനം ചെയ്തു മനോഭിഭുത്വ. ആ ഇടം വരയ്ക്ക് മനുഷ്യ സഞ്ചാരയോഗ്യമുള്ളൂ. എന്നുവെച്ചാൽ അവിടുന്ന് അങ്ങടേക്ക് ഉള്ള യാത്ര പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ജീവൻ സാധിച്ചെങ്കിൽ സാധിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, ഒന്നും പറയാൻ വയ്യ. അവസാന കാലത്ത് ചിലപ്പോൾ സാധിച്ചേക്കുന്നതാണ്. ചിലര് അതിനെയും ഭേദിച്ച് സഹസ്രാരത്തില് സ്വാനുഭവ സിദ്ധിച്ച ശേഷം ജീവൻ മുക്തന്മാരായിട്ട് ചിലപ്പോൾ ലോകത്തിലിരിക്കും. അതൊക്കെ വളരെ അപൂർവം. എങ്കിലും പൊതുവെ ഈ ക്രമമുക്തിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് പ്രയാണകാലം എന്ന് പറഞ്ഞു. അവസാന സമയത്ത് ഈ പക്വിയായ ജീവൻ ഭഗവത് കൃപ കൊണ്ട് ഭ്രൂമധ്യസ്ഥാന പര്യന്തം വരുന്നു. അതാണ് നോക്കൂ, പ്രയാണകാലേ മനസ്സാ അചലേന്. അവിടെ അചലമായ മനസ്സാണെന്നാണ്. മനസ്സില്ല അവിടെ. ഭക്തിയായുക്തോ, ഭക്തിയോടുകൂടെ, യോഗബലേന ചെയ്വ്, യോഗബലത്തോടുകൂടെ,
ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ, പ്രാണൻ മുഴുവനും ഭ്രൂമധ്യത്തിൽ ചെന്ന് കൂടി. ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക്, അവിടുന്ന് സതം പരംപുരുഷമുപൈതി ദിവ്യം, അവിടുന്ന് ആ പരമപുരുഷനെ ദൂരത്തുനിന്ന് കാണുകയും കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. അവിടുന്ന് ജീവൻ കുതിച്ചിടുന്നു പൂന്താനം അല്ലേ. ദൂരത്തുനിന്ന് ആ പരമപുരുഷനെ കണ്ടിട്ട് ഭ്രൂമധ്യത്തിൽ നിന്നും ഈ ജീവൻ അങ്ങോട്ട് കുതിക്കണമെന്നാണ്, പരുന്ത് പറക്കണ പോലെ. അവിടെയാണ് നദി സമുദ്രത്തിൽ കലക്കുന്ന പോലെ. യഥാ നദ്യസ്യന്തമാനാഹ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദി വിമുക്ത പരാത് പരം പുരുഷമുപൈതി ദിവ്യം. ആ സഹസ്രാരത്തില് ഉള്ള അജ്ഞാനം ഭേദിക്കപ്പെടുമ്പോ ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ, ഈ ശക്തി ശിവനിൽ പൂർണ്ണമായും ലയമായി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദ നർത്തനം, 70,000 നാഡികളെയും നനച്ചുകൊണ്ട് അമൃതസ്രവം എന്നുവെച്ചാൽ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും നാഡികളിലൂടെ ഒഴുകുന്ന സ്ഥലത്ത് ആത്മാനുഭവം ഒഴുകുന്നു. ശരീരത്തിലുള്ള സകല നാഡികളിലൂടെയും ചിത് സ്ഫൂർത്തി, ചിദനുഭവം ഉണ്ടാവണം. എന്നുവെച്ചാൽ ശരീരമില്ലാതാവണമെന്നർത്ഥം. ഓരോ കോശത്തിലുമുള്ള ഓരോ DNA സെല്ലിന്റെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റിയുടെ സ്ഥാനത്ത് ചിദാകാശമേ ഉള്ളൂ. അവിടെ പേഴ്സണാലിറ്റി ഇല്ല, വ്യക്തിത്വം പോയി. ഓരോ കോശത്തിന്റെ ഉള്ളിലും വ്യക്തിത്വം പോയി ആകാശ ശരീരിയായിട്ട് തീർന്നു അവൻ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവന് ശരീരമുള്ള പോലെ തോന്നിയാലും അവന്റെ അനുഭവ മണ്ഡലത്തില് അവന് ശരീരമില്ല, ആകാശമേ ഉള്ളൂ എന്നാണ്. യഥാഖം അമലാശയ, യഥാഖം ആകാശം പോലെ അവൻ ആകാശം തന്നെ ആയിത്തീരുന്നു. അങ്ങനെ ഭ്രൂമധ്യത്തിൽ നിന്ന് എങ്ങനെ പോകുന്നു അതാണ് ഭഗവാൻ പറയണത്. നോക്കും, യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഹം യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. വേദാർത്ഥജ്ഞന്മാർ യാതൊരു അവിനാശിയായിരിക്കുന്ന വസ്തുവിനെയാണോ അസ്ഥൂലം, അനണു, അഹ്രസ്വം, അദീർഘം എന്നൊക്കെ പറഞ്ഞത്, ബൃഹദാരണ്യകോപനിഷത്ത് തദ്വാ ഏതദ് അക്ഷരം ഗാർഗി ബ്രാഹ്മണ അഭിവദന്തി എന്നൊക്കെ ഗാർഗി യാജ്ഞവൽക്യ സംവാദത്തിൽ പറഞ്ഞത്, യത്നശീലന്മാരും കാമക്രോധാദിയെ ഉപേക്ഷിച്ചവരുമായ യോഗികൾ സമ്യക് ദർശനത്തിനെ പ്രാപിച്ചതിന്റെ ശേഷം പ്രാപിക്കുന്നത് യാതൊരു അക്ഷരത്തെ അറിയുവാൻ ഇച്ഛിച്ചിട്ടാണ് ആണോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്ന ആ അക്ഷരമെന്നും ബ്രഹ്മമെന്നും പറയപ്പെടുന്ന ആ പദത്തെ സംക്ഷേപമായി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒരുവൻ മരണപര്യന്തം ഓങ്കാരത്തെ ഉപാസിക്കുന്നതായാൽ അവൻ അതുകൊണ്ട് യാതൊരു ലോകത്തെയാണ് പ്രാപിക്കുന്നത് എന്ന് സത്യകാമൻ ചോദിക്കുന്ന ചോദ്യത്തിന് പിപ്പലാദൻ പറയുന്ന ശിഷ്യം ഉപനിഷത്തിലുണ്ട്. അതൊക്കെ ആചാര്യസ്വാമി ഭാഷ്യത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. യദക്ഷരം വേദവിദോ വദന്തി, പ്രണവമാണ് ഇവിടെ വിഷയം, ഓങ്കാരം. ഏതക്ഷരം വേദവിദോ വദന്തി, വേദങ്ങൾ മുഴുവൻ ഏതൊരു ഓങ്കാരത്തിനെ വാഴ്ത്തുന്നുവോ. വിശന്തിയത് യതയോ വീതരാഗാഹ, കാമക്രോധാദികളെ ഉപേക്ഷിച്ച മുനികൾ, സന്യാസികൾ ഏതൊന്നിലേക്ക് പ്രവേശിക്കുന്നുവോ, ഏതൊരു പരമപദത്തിനെ ആശിച്ചുകൊണ്ടാണോ ബ്രഹ്മചര്യാദികൾ അനുഷ്ഠിക്കുന്നത്, അതിനെ സംഗ്രഹമായി ചുരുക്കി ഒറ്റ വാക്കൽ ഞാൻ പറഞ്ഞു തരാം. അതിനെ ഉപാസിക്കുക. എന്താ വാക്ക്? ഓം പ്രണവം. പ്രണവം വാച്യാർത്ഥമാണ്, അതിന്റെ ലക്ഷ്യാർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. പ്രണവത്തിന്റെ ലക്ഷ്യാർത്ഥമാണ്. ഏതൊന്നാണോ പ്രാപിക്കേണ്ടത് ആ ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ എങ്ങനെ പ്രാപിക്കുന്നു? അടുത്ത ശ്ലോകം നോക്കൂ. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ മൂർധ്നി ആദായാത്മനഃ പ്രാണം
ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതിത്യജൻ ദേഹം സയാതി പരമാം ഗതിം അനന്യചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. സകല ഇന്ദ്രിയങ്ങളെയും അടക്കി ഹൃദയപുണ്ഡരീകത്തിൽ മനസ്സിനെ നിരോധിച്ച് അവിടെ വശീകരിക്കപ്പെട്ടിട്ടുള്ള മനസ്സോടുകൂടി ഹൃദയത്തിൽ നിന്ന് മേൽപോട്ട് ഗതിയുള്ള നാഡിയിൽ സുഷുമ്നയിൽ കൂടി കയറി തന്റെ പ്രാണവായുവിനെ സകലത്തിൽ നിന്നും പിൻവലിച്ച് ഹൃദയത്തിൽ കൊണ്ടുവന്ന അവിടുന്ന് സുഷുമ്നയിൽ കൂടി കണ്ഠം, ഭ്രൂമധ്യം, ലലാടം എന്നീ ക്രമത്തിൽ കയറ്റി മൂർധാവിൽ പ്രവേശിച്ച് സ്ഥിരമായ യോഗനിലയെ പ്രാപിച്ച് ബ്രഹ്മത്തിന്റെ പേരായിരിക്കുന്ന ഓംകാരത്തെ ഉച്ചരിച്ചുകൊണ്ട് തദർത്ഥഭൂതമായും ഈശ്വരനുമായിരിക്കുന്ന എന്നെ സദാ സ്മരിക്കുന്നവനായി യാതൊരുവനാണ് ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നത്, അവൻ ശ്രേഷ്ഠമായ ഗതിയെ പ്രാപിക്കുന്നു. ദേഹത്യാഗം ആത്മാവിന്റെ പ്രയാണത്തിന് വിശേഷണമായിരിക്കുന്നു. ആത്മാ ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നു, അല്ലാതെ തീരെ നശിക്കുന്നില്ല എന്നർത്ഥം. ഇതാണ് ഭാഷ്യം. ഭാഷ്യത്തിന്റെ മലയാളം പണ്ടത്തെ വിവർത്തനാണ്, കേം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മലയാള വിവർത്തനാണ്. സാധാരണ ഭാഷ്യം വായിച്ച് പറയുമ്പോൾ ഈ പുസ്തകം കിട്ടിയത് കൊണ്ട് ഇതെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പൊ സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച്ച്, എല്ലാ ദ്വാരങ്ങളെയും അടക്കി മനസ്സിനെ ഹൃദയത്തിൽ നിരോധം ചെയ്ത് പ്രാണനെ മൂർധാവിലേക്ക് കൊണ്ടുപോയി പ്രണവം ജപിച്ചുകൊണ്ട് യോഗികൾ ശരീരം ഉപേക്ഷിച്ച് മേൽപോട്ടേക്ക് പോകുന്നു, ഊർധ്വലോകങ്ങളിലേക്ക് സഞ്ചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പൊ നമുക്കൊക്കെ പറ്റുമോ എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞു അനന്യചേതാഹ സതതം, മറ്റു വിഷയങ്ങളൊന്നും മനസ്സ് വിടാതെ എപ്പോഴും എന്റെ നാമം ജപിച്ചുകൊണ്ടേയിരുന്നാൽ, ഭഗവൻ നാമം സദാ സ്മരിച്ചുകൊണ്ടേയിരുന്നാൽ, എനിക്ക് ശരണാഗതി ചെയ്തുകൊണ്ടിരുന്നാൽ സുലഭ പാർത്ഥ, ഞാൻ കൊണ്ടുപോകാമെന്ന് അന്ന് പറഞ്ഞില്ലേ. ഗണപതി അവയാരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ. മൂലാധാരത്തുനിന്ന് സഹസ്രാറ് പര്യന്തം കൂട്ടിക്കൊണ്ടുപോയില്ലേ. അതുപോലെ ഭഗവാന്റെ കയ്യിൽ കൊടുത്തിട്ട് ശരണാഗതി ചെയ്ത് ഭഗവത് നാമത്തിനെ അനന്യചിത്തമായിട്ട് മനസ്സ് വേറെ എവിടെയും വിടാതെ ഭഗവാനെ തന്നെ ശരണാഗതി ചെയ്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടിരുന്നാ മതി. നമ്മൾ യാത്ര ചെയ്യണതേ അറിയില്ല അല്ലെ. ഇപ്പൊ പ്ലെയിനിലൊക്കെ കയറിയിരുന്ന് ഉറങ്ങണില്ലേ, കണ്ണു തുറന്നു നോക്കുമ്പോ അമേരിക്കയിലെത്തി. ഇവിടുന്ന് കയറിയിരുന്ന് ഉറങ്ങിയതാണ്. ടൈം സ്പേസ് ഒക്കെ മാറി അവിടെ പോയപ്പോ. അതുപോലെ നമ്മള് ഭഗവാന്റെ കയ്യിലിരുന്ന് ഉറങ്ങിയാൽ മതി. ഭഗവാൻ പറഞ്ഞു, പക്ഷെ സ്മരിക്കുകയെന്നാണ്, സതതം സ്മരിക്കുക. എനിക്ക് ശരണാഗതി ചെയ്തുകൊണ്ടേയിരിക്കുക, എന്റെ ഭഗവൻ എന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, സദാ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുക, ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കളാം, നീ ഭയപ്പെടുകയൊന്നും വേണ്ട. മാ ശുച മാ ഭൈഷ്ടൻ, നീ ഭയപ്പെടണ്ട, ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം എന്നാണ്. തസ്യാഹം സുലഭപ്പാർത്ത, എളുപ്പത്തിൽ കിട്ടും എന്നാണ്. നിത്യയുക്തസ്യ യോഗിന, അവൻ എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെന്താ. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടവനായി തീർന്നിരിക്കണമെന്ന് പറഞ്ഞു. തുടർന്ന് നടക്കണം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണ.